we have two speakers in this session, Francis TV, Head Training and State Coordinator, Polytechnic, ASAP, and Ashish Francis, Program Manager, ASAP. I welcome you all to the program. I am very happy to introduce Francis TV. He is a retired faculty from Technical Education Department. He served as lecturer, project officer, and assistant director. Currently, he is the head of training in ASAP. He will be speaking on additional skills through ASAP. Welcome to the program, sir. Over to you, sir. Francis, sir. Okay. Very good afternoon to all. Very good afternoon. Then at the outset, at the outset, let me register my profound thanks to the Pradeep sir, the principal of the Polytechnic, and the entire team behind it for the kindness that they have shown to give me a wonderful opportunity like this. See, right now, I am introduced as a representative from ASAP, but I would like to be a part of Polytechnic fraternity, because even though I have completed 2 years after my retirement, but still I have a feeling that I am in the one among the Polytechnic fraternity, because through the ASAP, through the various interventions of ASAP, most of my working area is in Polytechnic College itself. Moreover, that I have a very close relation with many of the Polytechnic faculty all across Kerala, especially like Mr. Pradeep and Sanjay, like that. No. So even though I am representing it as I am interested to explain the activities of ASAP as an additional skill acquisition program. My focus is what is the importance of additional skill and why we are focusing on additional skill and what are the benefits that we can obtain through additional skill like that. ആർക്കെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പോലല്ലോ ആർ ഓൾ ടീച്ചേഴ്സ് ഫോർ ഓവർ ദാറ്റ് IEDC, കാരണം പോളിടെക്നിക് സ്റ്റുഡൻസിന് എഞ്ചിനീയറിംഗ് കോളേജിനെ മറ്റ് ഇതിനെയൊക്കെ അപേക്ഷിച്ച് ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അവർ സ്കിൽഡ് ആണെന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പൊ ആ സ്കില്ലിംഗ് സെക്ടറിൽ പോളിടെക്നിക് സ്റ്റുഡൻസിന്റെ ഔട്ട്കം കുറവാണ് എന്ന് കാണുന്നതിങ്ങളിലൊക്കെ കാര്യമായി എന്തെങ്കിലും പോളിടെക്നിക് സെക്ടറിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ IEDCക്കാണ്. വിവിധ ഏജൻസികൾ പോളിടെക്നിക്കുകളിൽ ഒരു സ്കില്ലിംഗ് സെക്ടറുമായി വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിനകത്ത് കാര്യമായ ഒരു അഭിവൃദ്ധി ഉണ്ടാക്കാൻ കുറേയിടങ്ങളിൽ തന്നെയും കഴിഞ്ഞിട്ടുള്ളത് IEDCയിലാണ്. ഞാനും IEDCയുടെ ഒരു ഭാഗമായിട്ട് പെരുമ്പാവൂർ പോളിടെക്നിക്കിൽ ഐജു സാറും ഞാനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ സിയാദ് സാറിനെ പോലുള്ള ഇതിനകത്ത് റജിമോൻ എബ്രാഹിം, സിയാദ്, തിരൂർ സാറിലെ അവരൊക്കെ ഇതിനകത്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയ ആളുകളാണ്. അപ്പൊ സിയാദ് സാർ ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, റജിമോൻ എബ്രാഹിം ഒക്കെ. അപ്പോ ഈ IEDCയുമായി അത്രയേറെ അവരുടെ IDIAT ഇൻഡിവിറ്റ് 3-day ക്യാമ്പിൽ ക്യാമ്പുകളിലൊക്കെ ഞാൻ രാത്രിയൊക്കെ പോയിട്ടുണ്ട് ക്യാമ്പുകളിൽ. അപ്പൊ അതിനകത്തൊക്കെ കുട്ടികൾ കാണിച്ചിട്ടുള്ള ഒരു താല്പര്യം പറയുമ്പോൾ അത്ഭുതകരമായി തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷെ പോളിടെക്നിക്കിൽ വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ IEDC. അപ്പൊ അതിന്റെ റെപ്രസെന്റേറ്റീവ്സ് എന്ന നിലയിൽ യു ഹാവ് മോറൽ റെസ്പോൺസിബിലിറ്റി ഫോർ അപ്സ്കില്ലിംഗ് ദ സ്റ്റുഡൻസ്. സ്കില്ലിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാനിത് നീട്ടി പറയുന്നതല്ല, ഞാനിത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബോർഡ് മീറ്റിംഗ് 1-2 കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോ ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു 30 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അവിടുത്തെ ലാബിലാണ്. അപ്പൊ അവിടെ ഒരു ജപ്പാന്റെ ഒരു മെഷീൻ എന്തോ വന്നു. ഒരു മെഷീൻ വന്നപ്പോ അതിനകത്ത് അത് വളരെ ഫങ്ഷൻ ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അതിന് കംപ്ലൈന്റ് ചെയ്തപ്പോ അതിന്റെ എഞ്ചിനീയേഴ്സ് വന്നു. ആ എഞ്ചിനീയേഴ്സില് ഒരു ഇംഗ്ലണ്ടുകാരനായിരുന്നു അതിന്റെ മേജറാണ്. അപ്പൊ അങ്ങേരെ ഇവിടെ വന്ന് എല്ലാവരുമായിട്ടും പരിചയപ്പെടുന്നു. അപ്പൊ ദിസ് ഈസ് പ്രൊഫസർ ബാട്ടിയ, ദിസ് ഈസ് പ്രൊഫസർ ജോൺ കോശി, ദിസ് ഈസ് പ്രൊഫസർ രഘുറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഡോക്ടറെ ഒരുപാട് പേരെ പരിചയപ്പെടുത്തി. അപ്പൊ അവിടെ എക്സ് മിലിറ്ററി ആയിട്ട്, അതായത് അവിടെ ലാബിൽ വന്നിട്ടുള്ള ഒരു സാറുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ പോളിടെക്നിക്കില് ലാബിലെ അങ്ങേരുടെ പേര് സ്കിൽഡ് അസിസ്റ്റന്റ് എന്നാണ്. ഇപ്പോ ആ പേര് ട്രേഡ് ഇൻസ്ട്രക്ടർ എന്നാണ്.
അപ്പോ ഇങ്ങനെ പരിചയപ്പെടുത്തിയ കൂട്ടത്തില് അങ്ങേരെ സ്കിൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി. അത്രയും നേരം മിണ്ടാതിരുന്ന സായിപ്പ് സ്കിൽഡ് അസിസ്റ്റന്റ് എന്ന് കേട്ടോടി ചെന്ന് അദ്ദേഹത്തിന് ഒരു കൈ കൊടുത്തു. പിന്നെ ഈ സായിപ്പ് എന്താണ് പറയുന്നത്, ഈ ഇങ്ങേരായിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഈ മറ്റു പ്രൊഫസേഴ്സ് ഒന്നും അവിടെ ഒരു റോൾ ഇല്ലാത്ത ഒരാള്, സ്കിൽഡ് മാൻ അവിടെ ഉണ്ടെങ്കിൽ ഹീസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മാൻ ടു ടോക്ക് വിത്ത് എന്ന് പറയുന്ന രീതിയിലായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം. അപ്പൊ സ്കിൽ എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ അതിനകത്തൊരു എക്സ്പേർട്ടിസം ആവുക എന്നുള്ളത് തന്നെയാണ് സ്കില്ല്. അപ്പൊ അഡീഷണൽ സ്കിൽ എന്ന് പറയുമ്പോഴോ, അപ്പൊ നമുക്കൊരു അഡീഷണൽ സ്കില്ല് അറ്റൈൻ ചെയ്തുകൊണ്ടുള്ള നേട്ടം. അപ്പൊ നമുക്ക് അങ്ങനെ ഇത് ഓരോരുത്തരോടും ഒരു അഭിപ്രായമൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ ഫോർ ദ ടൈം ബീങ് ഡ്യൂ ടു ദ ടൈം ലാക്നെസ് ഞാൻ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോകുന്നില്ല. പ്രധാനമായും ഇവര് ഒരു ന്യൂറൽ സയൻസിൽ പറയുന്നത്, ന്യൂറോ സയൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അഡീഷണൽ സ്കില്ല് നമുക്ക് കിട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത്. പ്രധാനമായും അത് ഒരു ഫിസിക്കൽ, ഒരു ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ച് ചെയ്യുന്ന പറയുന്നത്. ബ്രെയിൻ കെമിസ്ട്രി വിൽ ബി ചേഞ്ച്. എങ്ങനെയാണ് ഈ ബ്രെയിൻ കെമിസ്ട്രി ചേഞ്ച് ചെയ്യുന്നതെന്ന് അവർ പറയുന്നത്, നിങ്ങളൊരു പുതിയ സ്കില്ല് പഠിച്ചു കഴിയുമ്പോൾ അതിനകത്ത് സ്കിൽ മീൻ നിങ്ങൾ അതിനകത്ത് മാസ്റ്റർ ആവുന്നു എന്നർത്ഥം. ഒരു മാസ്റ്റർ ആയി കഴിഞ്ഞാൽ എന്താണ്, ഒരു മൈലിൻ എന്ന് പറയുന്ന ഈ മൈലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നെർവുകളെ, എക്സ്പെഷ്യലി ബ്രെയിനിലെയും സ്പൈനൽ കോഡിന്റെയൊക്കെ ആ നെർവ്സിന് കൊടുക്കുന്ന ഒരു ഷീത്താണത്, ഒരു ഇൻസുലേറ്റിംഗ് കവർ. ആ ഇൻസുലേറ്റിംഗ് കവർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനും ഒരു ഫാറ്റി കമ്പോണന്റ് കൊണ്ട് രൂപപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കവർ, ഒരു മൈലിന്റെ ഒരു ഷീത്ത്, ഒരു ഇൻസുലേറ്റിംഗ് കവർ ഈ നെർവ്സിന് ഉണ്ടാവുമ്പോൾ ഈ ന്യൂറോണുകളുടെ ട്രാൻസ്മിഷൻ, ഒരു ഇൻസുലേറ്റിംഗ് കവർ വരുമ്പോൾ പിന്നെ പുറത്തേക്ക് പോവാതെ അതിന്റെ കണ്ടക്ഷൻ, ഇതെല്ലാം ന്യൂറോണുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കലി എക്സൈറ്റഡ് ആവുന്ന സെൽസ് ആണ്. അപ്പോ ആ സെൽസിന്റെ കണ്ടക്ഷൻ വളരെ പെട്ടെന്ന് നടക്കുമെന്നാ പറയാം. അപ്പൊ ബ്രെയിനിൽ നിന്ന് പോകുന്ന ഈ പറയുന്ന ഇൻഫർമേഷൻസിന്റെ ട്രാൻസ്മിഷൻസ് വളരെ പെട്ടെന്ന് പോകും. അപ്പൊ അത്തരത്തിലൊരു കണ്ടക്ടിവിറ്റിയുടെ ലെവൽ കൂട്ടാൻ ഈ മൈലിന്റെ കവർ കൊണ്ട് സാധിക്കും. ആ മൈലിൻ ഒരു അഡീഷണൽ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഫിസിക്കലി അത്തരത്തിലൊരു ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയാം. അപ്പൊ അതാണ്, അപ്പൊ നിങ്ങളുടെ ലേണിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യും. നിങ്ങളുടെ ഈ ഒന്നിലോ മറ്റൊന്നും വ്യത്യസ്ത സ്കില്ലുകളുമായിട്ടുള്ള കണക്ഷൻസ് ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് കൂടും. നിങ്ങൾ ഒരു മോർ ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ആയിട്ട് മാറും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബോർഡം എന്ന് പറയുന്നത് ഇല്ലാതാവും. പിന്നെ നിങ്ങൾ ഒരു ബെറ്റർ ചേഞ്ചിന് എളുപ്പത്തിൽ അഡാപ്റ്റഡ് ആവും. അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു ന്യൂ സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ, ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കിട്ടുമ്പോൾ അവനകത്തൊരു എക്സ്പേർട്ട് ആവുമ്പോൾ കിട്ടുന്നൊരു ത്രില്ലുണ്ട്. അത് തന്നെയാണ് അഡീഷണൽ സ്കില്ല് അക്വിസിഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ വാട്ട് എവർ ദ സ്കിൽ ദാറ്റ് വി ഹാവ് ഒബ്റ്റൈൻഡ് വെൻ വി ആർ ഗെറ്റിംഗ് ആൻ അഡീഷണൽ സ്കിൽ, ഇറ്റ് വിൽ ബി എൻഹാൻസ്ഡ് നോട്ട് ഇൻ അവർ സ്കില്ലിംഗ് ഏരിയ ബട്ട് ഇൻ ഫിസിക്കലി ഓൾസോ വി ആർ ഗെറ്റിംഗ് എൻഹാൻസ്ഡ്. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അപ്പോൾ അഡീഷണൽ സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ് എന്ത് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഓപ്പർച്യൂണിറ്റി നമ്മുടെ പ്ലേസ്മെന്റിനൊക്കെ വരുമ്പോൾ ഈ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ്, ഈ കുട്ടികൾക്ക് ഒരു ഏരിയ എന്ന് ചോദിച്ചിട്ട് പോലും അറിയില്ല പലർക്കും എന്താണ് ഈ ഏരിയയുടെ പ്രത്യേകത. അപ്പൊ ഈ പിന്നീടാണ് കമ്പ്യൂട്ടറിലേക്ക് കുറെ കുട്ടികൾ, ഞാൻ വെബ് ഡിസൈൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഞാൻ ജാവയിലുണ്ട്, ഞാൻ പിന്നെ മെക്കാനിക്കൽ കുട്ടികൾ ഓട്ടോ കാഡിലുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഇതുപോലെ ഈ IDC പോലുള്ള ആക്ടിവിറ്റികളിലൂടെ ഈ കുട്ടികൾക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയിലേക്ക് ചെല്ലുന്ന അവരെ കുറെ കൂടി സ്കിൽഡ് ആക്കാൻ കഴിഞ്ഞാൽ അതൊരു പുണ്യകർമ്മമായിരിക്കും. കാരണം പോളിടെക്നിക്കിലെ കുട്ടികൾക്ക് ആ ഒരു ഇൻഡസ്ട്രി ഗ്യാപ്പ് നമുക്ക് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. ഈ ഒരു ഇന്നോവേറ്റീവ് കൾച്ചറിലൂടെ ഒരു എന്റർപ്രണറിയലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഡസ്ട്രി റെഡിയാക്കുക എന്ന് പറയുന്നത് തന്നെയാണല്ലോ IDCയുടെ ദൗത്യം. അപ്പോൾ അസാപ്പിന്റെ ദൗത്യവും IDCയുടെ ദൗത്യവും ഓൾമോസ്റ്റ് വൺ ആൻഡ് ദ സെയിം ആണ്. ഞാനിപ്പോ ഇതിന്റെ ഒരു കുറച്ച് പെട്ടെന്ന് വാട്ട് ഈസ് അസാപ്പ് ആൻഡ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് അസാപ്പ് ഈസ് ഡൂയിങ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഏരിയാസ് ഓഫ് അസാപ്പ് കോൺസെൻട്രേറ്റിംഗ് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ അറിവിലേക്ക് വേണ്ടി വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കാം. കുറച്ച് സമയം എടുക്കുള്ളൂ പ്ലീസ്. അപ്പോ ഞാൻ എന്നാ ഒരു PPTയിലേക്ക് വരിക. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മറ്റേ ലാപ്ടോപ്പിലേക്ക് ഒന്ന് മാറിയാണ്, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് ഇതിനൊക്കെ പറഞ്ഞില്ല, അല്ല അത് നോക്കി ഇത് വന്നല്ലേ. ശരി, ഇത് കിട്ടായില്ലേ? ഓക്കെ.
അപ്പൊ ഈ അസാപ്പ് ശരിക്കും പറഞ്ഞാൽ 2012 ഈ അസാപ്പ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വന്നിട്ടുള്ളതാണ്. അന്ന് ഈ സ്കില്ലിംഗ് ഏരിയ ആണെങ്കിൽ കൂടി അസാപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോലെ ഈ സ്കൂൾ കുട്ടികളുടെ ഒക്കെ സ്കൂൾ കോളേജ് തലത്തിലാണ് ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയിട്ടില്ല. അപ്പൊ അന്ന് അസാപ്പ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവ് ഇൻ ദ എംപ്ലോയബിലിറ്റി എന്നാണ്. കാരണം പ്ലസ് 2 സ്റ്റുഡൻസിനെ നമ്മൾ എംപ്ലോയബിലിറ്റിക്ക് കൂട്ടാനല്ലേ പഠിപ്പിക്കണം, അല്ലാതെ വേറെ ജോലിക്കാരാക്കുന്നില്ലല്ലോ അന്നേരം. ആ ലെവലിലുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെയാണ് തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ നീതി ആയോഗിന്റെ ഒക്കെ 2017 ഏറ്റവും ബെസ്റ്റ് സ്കില്ലിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്ന അവാർഡ് മേടിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഈ 2012 അസാപ്പ് തുടങ്ങി. പിന്നീട് അത് ഇപ്പൊ 2021 എത്തി നിൽക്കുമ്പോഴേക്കും ഉണ്ടായതെന്ന് വെച്ചാൽ, ആദ്യം അസാപ്പ് ഒരു 1000 കോടി രൂപയുടെ ADB പ്രോജക്റ്റ് ആയിരുന്നു. 2012 തുടങ്ങിയിട്ട് 2013 ആയപ്പോഴേക്കും ദ പർട്ടിക്കുലർ പ്രോജക്ട് വാസ് ഫണ്ടഡ് ബൈ ADB വർത്ത് ₹100 ബില്യൺ. അത്രയും പൈസ കൊണ്ട് തുടങ്ങിയിട്ട് ഈ 2020 സെപ്റ്റംബർ ആയപ്പോഴേക്കും ഇതിന്റെ ആ കാലാവധി കഴിഞ്ഞു, ADB ഫണ്ടിന്റെ. അപ്പൊ പിന്നീട് ഇതിന്റെ ഒരു സസ്റ്റൈനബിൾ മോഡൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് അസാപ്പിനെ ഒരു കമ്പനിയാക്കി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ 2021 അസാപ്പ് ഇപ്പോ അസാപ്പ് കേരള എന്ന് പറയുന്ന ഒരു സെക്ഷൻ 8 കമ്പനിയാണ്. സെക്ഷൻ 8 കമ്പനി മീൻ നോൺ പ്രോഫിറ്റബിൾ കമ്പനി എന്നർത്ഥത്തിലാണ് ഇപ്പൊ അസാപ്പ് നിൽക്കുക. ഇതുവരെ അസാപ്പിന്റെ ഒരു ഹിസ്റ്ററി നിൽക്കുമ്പോൾ 2,51,242 കുട്ടികളെയാണ് മൊത്തം അസാപ്പ് ഇതുവരെ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ അതിനകത്ത് അസാപ്പിന്റെ ട്രെയിനർമാരായിട്ട് തന്നെ നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞ് നമ്മൾ അഡീഷണൽ ട്രെയിനിങ് കൊടുത്തു നിർത്തിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്സ് ആയിട്ട് ഓൾ അക്രോസ് കേരള 2,744 പേരുണ്ട്. അതുപോലെ തന്നെ നമ്മള് വിവിധങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ട്, പോളിടെക്നിക്കുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഒക്കെ ആയിട്ട് 1477 ട്രെയിനിങ് പാർട്ട്ണർമാർ നമുക്കുണ്ട്, പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോ നമ്മള് ഈ എഞ്ചിനീയറിംഗ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 121, പോളിടെക്നിക് കോളേജിൽ 45, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 66, അങ്ങനെ ഏതാണ്ട് 232 സ്കിൽ സെന്ററുകളുണ്ട്. ഈ സ്കിൽ സെന്ററുകളിലൊക്കെ ട്രെയിനിങ് നടത്തുന്നത് നമ്മൾ വളരെ ഇയർമാർക്ക്ഡ് ആയ 15 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ക്ലസ്റ്റർ മീൻ അതിനകത്ത് ഓട്ടോമൊബൈല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, ഹെൽത്ത് കെയർ, ടൂറിസം എന്നൊക്കെ പറയുന്ന 15 ക്ലസ്റ്റർ ഉണ്ട്. ആ 15 ക്ലസ്റ്ററിൽ ശരിക്കും പറഞ്ഞാൽ 22 സെക്ടർ ഉണ്ട് ആ ക്ലസ്റ്ററുകളിൽ. അപ്പോ അതാണ് അസാപ്പിന്റെ. അപ്പൊ നമ്മുടെ അത് ആ ഗ്രാഫാണ് കാണിച്ചത് ട്രെയിനിങ് എങ്ങനെ നടന്നു എന്നുള്ളത്. ഇനി ഇപ്പൊ അസാപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ എന്താണെന്നറിയാം. അതായത് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അനുസരിച്ച് അവർ പറയുന്ന തരത്തിൽ നമ്മൾ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്താൽ ആ കോഴ്സിന് ഒരു ലെവൽ തരും. ലെവൽ 1 to ലെവൽ 10 കോഴ്സുകളാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ അസാപ്പ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള 12 കോഴ്സുകളുണ്ട്. അതായത് 30 ഇൻഡസ്ട്രി തന്നെ ആ കോഴ്സിനെ വാലിഡേറ്റ് ചെയ്യണം. ഈ കോഴ്സിന് എംപ്ലോയ്മെന്റ് സാധ്യത ഉള്ളതാണ്, ഇത് കോഴ്സ് റിലവന്റ് ആണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ആ കോഴ്സിന്റെ ഡ്യൂറേഷനും അതിന്റെ റിലവൻസും അനുസരിച്ചാണ് അതിന് ലെവൽ തരുന്നത്. അപ്പൊ ലെവൽ 7 ഉൾപ്പെടെയുള്ള 12 കോഴ്സുകൾ അസാപ്പ് ആണ് അതിന്റെ ഓണർ. അതിന്റെ അസസ്മെന്റ് നടത്തണമെങ്കിലോ സർട്ടിഫിക്കേഷൻ നടത്തണമെങ്കിലോ അസാപ്പിനെ പറ്റൂ. അത്തരത്തിലുള്ള 12 കോഴ്സസ് അസാപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് അതിനകത്ത് 7 ലെവൽ 7 കോഴ്സുകൾ വരെ ഉണ്ട്. അപ്പോ ഇത് നമ്മള് ഈ അസാപ്പിന്റെ ഇതുവരെ ഉണ്ടായ കാലയളവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ മോഡ്യൂൾ എന്ന് പറയുന്ന ഒന്നായിരുന്നു. ഈ ഫൗണ്ടേഷൻ മോഡ്യൂളില് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ആ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് IELTS ഒക്കെ പോലെ ബ്രിട്ടീഷ് കൗൺസിലിന്റെ ആപ്റ്റിസ്റ്റ് എക്സാമിനേഷൻ നടത്തിയിരുന്നത്. അപ്പൊ അത് വളരെ വാലിഡ് ആയ ഒരു എക്സാമിനേഷൻ ആയിരുന്നു അവരുടേത്. പിന്നീട് അപ്പോ നമ്മൾ ലൈഫ് സ്കിൽ മോഡ്യൂൾ എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലും പോളിടെക്നിക്കുകളിലും അതിന്റെ ഒരു വീണ്ടും ഒരു കോഴ്സും കൂടി നമ്മൾ അതിനേക്കാൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയ ഒരു കോഴ്സ് നമ്മൾ അവിടെ കൊടുക്കുകയുണ്ടായി. പിന്നെ വേണമെന്നില്ല, നമ്മുടെ ഇവിടെ ആ സെക്ടറും വേണ്ട നമുക്ക്. അപ്പൊ പിന്നെ അസാപ്പിന്റെ മറ്റൊരു ഇന്റർവെൻഷൻ ആണ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് എന്ന് പറയുന്നത്. അതായത് ഓൾ അക്രോസ് കേരള നമ്മളൊരു 17 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഉണ്ട്. ഏതാണ്ട് 20-25 കോടി രൂപയോളം മുടക്കി ഏറ്റവും ആധുനികമായ രീതിയിൽ 4 സെക്ടറിൽ 4 ക്വാഡ്രന്റിൽ ട്രെയിൻ ചെയ്യാവുന്ന രീതിയിലാണ്. അതായത് ഹെവി മെഷീനറിയുടെ, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയതിന്റെ, പ്രിസിഷൻ മെഷീന്റെ, അങ്ങനെ അതെന്ന് വെച്ചാൽ ഹെവി മെഷീനറിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലോർ ഉണ്ട്. ആ ഫ്ലോറിൽ നമുക്ക് വലിയ ലെയ്ത്തോ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. അതിനുള്ള ബേസും അതിന്റെ ഇലക്ട്രിഫിക്കേഷനും ഒക്കെ ആ സൈസാണ്. ഇപ്പൊ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്
അത്തരത്തില് നമുക്ക് ചെയ്യാവുന്ന തരത്തിലേക്കാണ് അതിനെ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ICT, അത് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ലാബും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് ക്ലാസ്സുകളായിരുന്നു, ഈ ലൈഫ് സ്കിൽ ക്ലാസ്സുകളൊക്കെയാണ്. അങ്ങനെ ഇത് ഈ 25,000 സ്ക്വയർ ഫീറ്റിലാണ് ഇത് പണിതിട്ടുള്ളത്. വളരെ മനോഹരമായ ഏറ്റവും ഹൈ എൻഡ് നിലവാരത്തിലുള്ള കെട്ടിടങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് ഇത് കൊടുക്കുന്നതിനാന്ന് വെച്ചാൽ ഈ 20-25 കോടി രൂപ മുടക്കി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനം ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു ഓപ്പറേറ്റിംഗ് പാർട്ട്ണർക്ക് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ 10 വർഷത്തേക്ക് കൊടുക്കുകയാണ്. അപ്പൊ 50 ലക്ഷം രൂപ അവർ ബാങ്ക് ഗ്യാരണ്ടി വെക്കണം. അപ്പോൾ അവിടെ അവർക്ക് ഇഷ്ടമുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് നടത്താം. അപ്പൊ ആ ഗ്രൂപ്പിൽപ്പെട്ട ട്രെയിനിങ് പാർട്ട്ണർമാർ അദാനി, GMR ഒക്കെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അർബൻ ഡെവലപ്മെന്റിന്റെ ഒക്കെ ഉള്ള വലിയ കോടികൾ മുടക്കിയിട്ടുള്ള കമ്പനിയാണ് GMR ഗ്രൂപ്പ്. അതുപോലെ പിന്നെ അതിനകത്ത് പെരുമ്പാവൂരിൽ ഒരു സെയിന്റ് കിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൂപ്പിന്റെ ആ ഗ്രൂപ്പുകാർക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. സിപ്പറ്റിന്റെ, ഇസാപ്പിന്റെ ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോ മേജർ കമ്പനികളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന മേജർ ട്രെയിനിങ് പ്രോഗ്രാം, ഡാറ്റാ സയൻസ്, ബിസിനസ് ഇംഗ്ലീഷ്, ഇങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഓക്കെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഈ അസാപ്പിന് പൈസ ഇല്ലാതായപ്പോ ഫീസാണ് ചുമത്തുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഈ നോർക്ക, അതുപോലെ നബാർഡ് തുടങ്ങിയ ആളുകളുടെ ഇന്നൊക്കെ പൈസ വാങ്ങിയിട്ടാണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അഷ്വർ ചെയ്യുന്ന കുറെ കോഴ്സസ് ആണ് നടത്തുന്നത് അഡീഷണൽ സ്കില്ലായിട്ട്. പിന്നെ ഞാനിപ്പോ ഇത് പറയാൻ പ്രധാനമായിട്ടും വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പോളിടെക്നിക്കുകളിൽ 45 പോളിടെക്നിക്കുകൾ അഡ്വാൻസ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പോളിടെക്നിക് വെച്ചു അങ്ങനെ ഒരു 19 നോഡൽ സെന്റർ സെലക്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവിടെ നമ്മളൊരു 6.5 കോടി രൂപയുടെ എക്യുപ്മെന്റ് നമ്മൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്. 6.5 കോടി രൂപയുടെ എക്യുപ്മെന്റ് കൊടുത്ത് ഇതിനകത്ത് ഇപ്പൊ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. അതായത് ഞാൻ അതിനെ നീട്ടി പറയുന്നില്ല, അതായത് 1.5 വർഷക്കാലം അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹയർ എഡ്യൂക്കേഷൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഫിനാൻസ്, ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ തുടങ്ങി സെക്രട്ടേറിയറ്റിൽ 81 പ്രാവശ്യം ഫയൽ നീങ്ങി. അതായത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും വകുപ്പിലെ 2 സെക്രട്ടറിമാര്, ഫിനാൻസ് വകുപ്പിലെ സെക്രട്ടറി, അങ്ങനെ 81 ആളുകൾ കണ്ട് 1.5 കൊല്ലം കൊണ്ട് കറങ്ങി വന്ന ഒരു ഫയലാണത്. അതിനുശേഷം അത് കൂടാതെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും DTയിലും അസാപ്പിലും ഒക്കെ ഇറങ്ങിയതിന് കണക്കില്ല. അപ്പോ അത്രയേറെ ഡിസ്കസ്ഡ് ആയിട്ട് വന്നൊരു കൺസെപ്റ്റാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്. അതുകൊണ്ട് ഈ IEDC പ്രവർത്തനങ്ങളുമായിട്ട് ഏറെ താതാത്മ്യം പ്രാപിക്കുന്നത്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ ഒരു താല്പര്യം കാണിക്കാൻ. അതായത് ഒന്ന്, ഈ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ വിദേശ രാജ്യങ്ങളിലേക്കുള്ള രീതിയിൽ ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ആ ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പഠനത്തോടൊപ്പം അവർക്കൊരു വരുമാനം ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയെ കൊണ്ട് ഇൻഡസ്ട്രിയുടെ ചെറിയ പ്രോഡക്റ്റുകൾ എന്തെങ്കിലും അവിടെ ഉണ്ടാക്കാൻ കഴിയുമോ, അതിനുശേഷം അല്ലെങ്കിൽ സർവീസ് നടത്താൻ പറ്റുമോ, ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഒരു സർവീസ് നടത്താൻ പറ്റുമോ. ഇപ്പൊ നമ്മൾ ആൾക്കൊരു അസുഖം വന്ന മെഡിക്കൽ കോളേജിൽ അവനെ കൊണ്ടുപോകുന്നതിന് ഒരു വിരോധമില്ല, ആർക്കും പേടിയില്ല. അതേസമയം നമ്മുടെ വീട്ടിലൊരു എക്യുപ്മെന്റ് കേടായാൽ അതൊരു പോളിടെക്നിക്കിൽ കൊണ്ടുപോയി നന്നാക്കാം എന്ന് പറയുന്ന ഒരു ചിന്ത ഒരു മനുഷ്യനില്ല. അപ്പൊ എന്തുകൊണ്ടെങ്കിൽ പീപ്പിൾ ആർ നോട്ട്, ചിലപ്പോൾ ദേ മേ നോട്ട് ബി ബോതേഡ് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ ദേ മേ നോട്ട് ബി നോൺ അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ അത്തരത്തിലൊരു ഇക്കോസിസ്റ്റം, ഒരു ഇൻഡസ്ട്രി ഇക്കോസിസ്റ്റം കേരളത്തിൽ കൊണ്ടുവരണം പോളിടെക്നിക്കലിൽ. കാരണം നമുക്കറിയാം 45 ഗവൺമെന്റ് പോളി, 6 എയ്ഡഡ് പോളി, 38 സെൽഫ് ഫൈനാൻസിങ് പോളി, 8 IHRD പോളി, ഏതാണ്ട് 25,000 കുട്ടികളുണ്ട്. ഈ 25,000 കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുക എന്നുള്ള സാധ്യത കേരളത്തിലില്ല. അപ്പൊ അങ്ങനെ ഒരു ഇന്റേൺഷിപ്പ്, പ്രോജക്ട് വർക്ക് ഒക്കെ കൊടുക്കാൻ സെലക്ടഡ് പോളിടെക്നിക്കൽ ആ ലെവലിലേക്ക് വളർത്തിയിട്ട് ഒരു മൈക്രോ ഇൻഡസ്ട്രി, മിനി ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇവരെ കൊണ്ടുവരണം എന്ന് പറയുന്ന അതിയായ ഒരു താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്നത് കോളേജുകളിലുള്ള ഒരു മേജർ ഇനിഷ്യേറ്റീവ് ആണ്. അതിൽ ഈ IEDCക്ക് നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഇന്ന് ഈ സെക്ഷന് വരാനുണ്ടായിരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ അതിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മുടെ ഒരു മേജർ ഇന്റർവെൻഷനാണ് കമ്മ്യൂണിറ്റി കോളേജ്. കമ്മ്യൂണിറ്റി കോളേജ് എന്ന് പറഞ്ഞാൽ അവിടെ DVOC ഡിപ്ലോമയാണ് കൊടുക്കുന്നത്. DVOC മീൻ വൊക്കേഷണൽ ഡിപ്ലോമ. അത് AICTE അപ്രൂവ്ഡ് ആണ്. AICTE അപ്രൂവ് ചെയ്ത ഈ DVOC പ്രോഗ്രാം നമ്മൾ നേരത്തെ കേരളത്തിൽ 5 പോളിടെക്നിക്കൽ ഉണ്ടായിരുന്നു. ആറ്റിങ്ങൽ, കോട്ടയം, തൃശ്ശൂർ, ഷൊർണൂർ, പെരിന്തൽമണ്ണ. അൺഫോർച്ചുനേറ്റ്ലി MHRD ഫണ്ട് കൊണ്ടാണ് നടത്തിയത്. അതൊരു 1 ടൈം ഫണ്ടായിരുന്നു. ആ ഫണ്ട് കഴിഞ്ഞപ്പോൾ
അവരെ ഗവൺമെന്റ് പറഞ്ഞു പോളിടെക്നിക്കോട് AICTE പറഞ്ഞു നിങ്ങൾക്ക് ഇത് തുടരാം. ബട്ട് വൺ ദ പ്രോബ്ലം ഈസ് ദാറ്റ് വി ഡോണ്ട് ഗിവ് എനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദിസ് പ്രോഗ്രാം. ഇഫ് യു ആർ ഇൻ എ പൊസിഷൻ ടു ഫൈൻഡ് ദ ഫണ്ട് ഫോർ ദിസ്, ദെൻ ഡെഫിനറ്റ്ലി യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദിസ് പ്രോഗ്രാം. അങ്ങനെ വന്നപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? അസാപ്പിനെ അപ്രോച്ച് ചെയ്തു. അസാപ്പിനെ അപ്രോച്ച് ചെയ്യാനുണ്ടായിരുന്ന കാരണം വെച്ചാൽ അന്ന് 2 വർഷം മുമ്പാണ് വന്നത്. അന്ന് അസാപ്പിന്റെ കയ്യിൽ ആമ്പിൾ ഫണ്ട് ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ് എ ADB ഫണ്ടഡ് പ്രോഗ്രാം. അന്നേരം പൈസ എങ്ങനെ ചെലവഴിക്കണമെന്നതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് ഏറ്റെടുത്തിട്ട് അൺഫോർച്ചുനേറ്റ്ലി അസാപ്പിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഒരു സർവേ നടത്തണം. അതിന്റെ ഒരു ഡിമാൻഡ് സർവേ നടത്തി പ്രൂവ് ചെയ്താൽ മാത്രമേ ആ കാര്യം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിൽ ചില മാൻഡേറ്ററി പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ സർവേക്ക് പോയി. ആ സർവേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകി. അങ്ങനെ ജൂണിൽ മാർച്ചിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പ്രാവശ്യമാണ് ഇത് അപ്ലൈ ചെയ്തത്. അപ്പൊ ഈ പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഈ DO പ്രോഗ്രാമിന് 5 പോളിടെക്നിക്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ആറ്റിങ്ങലിലാണെങ്കിൽ ഓട്ടോമൊബൈൽ ഉണ്ട്, അവിടെ ഹോസ്പിറ്റാലിറ്റി ടൂറിസം ക്ലസ്റ്ററിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. കോട്ടയത്തും ഓട്ടോമൊബൈൽ ആണ്. പിന്നെ ഷൊർണൂർ വരാണെങ്കിൽ പ്രിന്റിംഗ് ആണ്. തൃശ്ശൂരും പെരിന്തൽമണ്ണയിലും ഇലക്ട്രോണിക് ക്ലസ്റ്റർ ആണ്. അപ്പോൾ 30 കുട്ടികളെ നമ്മൾ ഇത് എടുക്കുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മളൊരു സെൽഫ് ഫൈനാൻസിങ് മോഡാണ് അത് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 30,000 രൂപ അതിൽ ഫീസ് വരും. അപ്പോൾ ഈ 30,000 രൂപ ഫീസ് വരുന്നെങ്കിലും നമ്മൾ ഫെഡറൽ ബാങ്ക് ആയിട്ടും SC/ST കോർപ്പറേഷനൊക്കെ ആയിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മോർ ദാൻ 50% ഡിസ്കൗണ്ടിൽ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. മാത്രമല്ല ഇത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ആയിട്ടും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി അസോസിയേഷൻ ആയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ കുറച്ച് കുട്ടികളെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ആയിരിക്കും ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 60% പ്രാക്ടിക്കലും 40% തിയറിയാണ്. അപ്പൊ ഈ 40% തിയറി മാത്രമേ പോളിടെക്നിക്കിലുള്ളൂ, കുറച്ച് പ്രാക്ടിക്കലും. ബാക്കിയുള്ളതെല്ലാം ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഇൻഡസ്ട്രിയിലാണ് ഈ കുട്ടികൾ അത്രയും സമയം. അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്ററിലുള്ള 2 ക്വാളിഫിക്കേഷൻ പാക്ക് കൂടി അവരെ പഠിപ്പിക്കും. അപ്പൊ അതിന്റെ സെക്ടർ കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് കൂടി അവർക്ക് കിട്ടും. എന്ന് വെച്ചാൽ പിന്നെ ഇവർക്ക് വേണമെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് നിർത്തി പോകണമെങ്കിൽ പോവാം. അപ്പോഴവർക്ക് ഈ സെക്ടർ സ്കില്ല് അനുവദിക്കുന്ന 2 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അവർക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ എൻട്രി മൾട്ടിപ്പിൾ എക്സിറ്റ് എന്ന് പറയുന്ന തരത്തിലാണ് നമ്മൾ ആ കോഴ്സിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ കോഴ്സാണ്. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കിട്ടും. ഈ IEDCക്കും കാര്യമായിട്ട് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇപ്പൊ അസാപ്പിന്റെ മറ്റ് ഇന്റർവെൻഷനിൽ ഒന്നാണ് ഈ ഫോറിൻ ലാംഗ്വേജ്. ഇപ്പൊ നമ്മൾ ജപ്പാനിന്റെ ഒരു OISK എന്ന് പറയുന്ന അവരുമായിട്ടൊരു കരാർ തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്. അവർക്ക് നിശ്ചിത ആളുകളെ വേണം, അതിന് ഭാഷ പഠിച്ചാലേ നമ്മൾ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും പേരെ നമ്മൾ ഭാഷ പഠിപ്പിച്ച് വിടാം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോ സ്പാനിഷ്, ജപ്പാൻ, ഫ്രഞ്ച്, അറബിക്, ജർമ്മൻ ഇത്രയും ഭാഷകളാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. അതിപ്പോ ഏകദേശം ഒരു 500ഓളം കുട്ടികളെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ഫീസ് മേടിച്ചിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നോർക്ക നമുക്ക് കുറെ കുട്ടികൾക്ക് അതിന് പൈസ തന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഈ ട്രെയിനേഴ്സ് ട്രെയിനിങ് അക്കാഡമി എന്ന് പറഞ്ഞത് TTA, അതായത് നമ്മൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ എടുത്തിട്ട് അവരെ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ, കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ട്രെയിനിങ് എടുക്കാൻ ട്രെയിനർമാരായിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ബേസിക് ആയിട്ട് അവർക്കൊരു ഗ്രാജുവേഷനോ മിനിമം ഉള്ള ആളുകളെയാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്കില്ല് ചെയ്തിട്ടുള്ള ട്രെയിനേഴ്സിനെ, അതായത് ഒരു അപ്പൻസ് ബോഡി ഒരുപാട് പേര് നമ്മൾ ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതൊരു പ്രധാന അസാപ്പിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. പിന്നെ അതിൽ തന്നെ പെട്ട ഒന്നാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ട്രെയിനർ എന്ന് പറയുന്നത്. അതും പറഞ്ഞില്ല, മിനിമം ആ മേഖലയിൽ നല്ലൊരു പ്രൊഫഷൻസി ഉള്ളവരെ മാത്രം NSQF-ന്റെ. അപ്പൊ അത് അസാപ്പിന്റെ ഒരു പ്രധാന കാര്യമാണ്. കാരണം ട്രെയിനർമാരെ സൃഷ്ടിച്ചു വിടുക, അല്ലാതെ ഒരാളെ ട്രെയിനിങ് കൊടുത്തു വിടുകയല്ല, ഒരു ട്രെയിനറെ സൃഷ്ടിച്ചു വിടുന്ന ഒരു രീതിയാണ് അത്. അതും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആണ്. നിങ്ങൾക്കൊക്കെ അതിനകത്ത് താല്പര്യമുള്ളവർക്ക് ചേരാവുന്നതാണ്. ഒരു വളരെ നല്ലൊരു സർട്ടിഫിക്കറ്റ് ആണ്. കോളേജ് പ്രൊഫസർമാർ വരെ വന്ന് ചേരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണത്. പിന്നെ നമ്മളെ വളരെ പോപ്പുലർ ആക്കിയ അസാപ്പിന്റെ ഒരു ഇന്റർവെൻഷൻ ആണ്. അതും ഈ IEDCയുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു ഉദാഹരണമാണ് റീബൂട്ട് കേരള ഹാക്കത്തോൺ എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിലെ 12 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ സെലക്ട് ചെയ്തിട്ട് ആ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രോബ്ലത്തെ നമ്മൾ ഒരു സെറ്റാക്കി തിരിച്ചിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഒരു പ്രിലിമിനറി ടെസ്റ്റ് നടത്തി കുറെ കുട്ടികളെ ഇതിനകത്ത് എടുത്തു. അപ്പൊ 20,000 സംതിങ് കുട്ടികളാണ് നമ്മൾ അതിനകത്ത് ആദ്യം വന്നത്, എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പോളിടെക്നിക്കുമായിട്ട്. അപ്പോ ആ 20,000-ൽ നിന്നും ഇതിൽ 10 ടീമിനെ എടുക്കുള്ളൂ നമ്മൾ. അപ്പോ 6 ആളാണ് ഒരു ടീമിൽ വരുന്നത്. അങ്ങനെ 60 പേര് ആയിരിക്കും ഒരു സമയത്ത് ഉണ്ടാവണം. അപ്പൊ അങ്ങനത്തെ നമ്മൾ എടുത്ത് മൊത്തം 1,800 പേരെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10 സെന്ററുകളിലാക്കി ഈ പ്രോഗ്രാം നടത്തി. അത് വലിയ ഒരു
ഹൈലൈറ്റ് ആയിരുന്നു. മാത്രമല്ല അതുമൂലം 48 മണിക്കൂർ തുടർച്ചയായിട്ട് കുട്ടികൾ ഇരുന്ന് ഒരിടം കൊടുത്തിട്ട് അവർക്ക് അതിനോട് എല്ലാ ബീൻ ബാഗ് ഉൾപ്പെടെ സർവ്വ സാധനങ്ങളും കൊടുത്തിട്ടാണ് അവർ നിർത്തിയത്. ആ 48 മണിക്കൂർ കൊണ്ട് അവരുടെ ആ ഇന്നോവേഷൻ, ആ ഐഡിയ അത് എൻഹാൻസ് 5 ലെവല് ഇൻസ്പെക്ഷൻ വരെ നടത്തി അവിടെ. അതായത് ആദ്യം ചെന്നൊരു അവരൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയും, ഈ ഇൻസ്പെക്ഷൻ ചെല്ലുന്നവർ അല്ല ജഡ്ജ്മെന്റിന് ചെല്ലുന്നവർ പറയും ഇതിന് ഇങ്ങനെ ഒരു സാധ്യതയില്ലേ, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെയെന്ന്. ഉറപ്പായിട്ടും പിന്നീട് ചെല്ലുമ്പോൾ കുട്ടികൾ ആ ലെവലിൽ ചിന്തിക്കും. അങ്ങനെ വലിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി വലിയ ആവേശത്തോടെ മുഖ്യമന്ത്രിയാണ് തുടങ്ങി ഉദ്ഘാടനം ചെയ്ത് തന്നെ വന്നൊരു പരിപാടിയാണ്. അത് റീബൂട്ട് കേരള ഹാക്കത്തോൺ IEDCക്കും ഇത് ഒരുപാട് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. അത് അസോസിയേറ്റ് ചെയ്യാവുന്ന ഒന്നാണ്. പിന്നെ നമുക്കിപ്പോ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ പുറകിൽ നമുക്കൊരു സ്റ്റേറ്റ് ഇന്റേൺഷിപ്പ് പോർട്ടൽ ഉണ്ട്, അത് പ്ലേസ്മെന്റ്. അത് നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ പോളിടെക്നിക്കിലെയും ഒക്കെ കുട്ടികൾക്ക് ഈ ഇന്റേൺഷിപ്പ് പോർട്ടലിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ കുട്ടികൾക്ക് അത് കംപ്ലീറ്റ് ചെയ്തവനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏതാണ്ട് ഇപ്പോ 200-ൽ പരം കമ്പനിക്കാരുമായി ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ട്. ഈ കമ്പനിക്കാരൊക്കെ നമ്മളുടെ ഡിമാൻഡ് അവരുടെ ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യപ്പെടുന്നതനുസരിച്ച് ആ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളുടെ ക്ലസ്റ്റർ നോക്കിയിട്ട് ആ കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുക്കും. എന്നിട്ട് ആ കുട്ടികൾക്ക് നമ്മളൊരു ഗ്രൂമിങ് കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് കൊടുക്കും. അപ്പൊ കമ്പനിക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് അവർ ആക്സസ് ചെയ്യാലോ. ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 2-3 മാസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് നമ്മൾ 100-300ഓളം കുട്ടികളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു, വളരെ നല്ല നിലയിൽ. അപ്പൊ നിങ്ങൾ അസാപ്പിന്റെ സൈറ്റ് തുറന്നു നോക്കിയാൽ അതിന്റെ ടെസ്റ്റിമോണിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം. അപ്പൊ ആ ഇന്റേൺഷിപ്പ് പോർട്ടലിൽ നിങ്ങൾ ഈ കുട്ടികളോട്, പോളിടെക്നിക്കിലെ കുട്ടികളോടൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത് വളരെ നല്ലതായിരിക്കും. മാത്രമല്ല ആ കമ്പനിയുടെ ഡിമാൻഡ് അനുസരിച്ച് IEDCക്കും ഈ കുട്ടികളെ ഒന്ന് ഗ്രൂം ചെയ്തൊക്കെ വിടാനായിട്ട് കഴിയും. ഇറ്റ്സ് ഓൾസോ ഒരു സാലിയൻ ഫീച്ചർ ഓഫ് അസാപ്പ്. അപ്പോ പിന്നെ സ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല. പിന്നെ കണക്ട് വർക്ക് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചെയ്തിരുന്നത്, കുട്ടികളെ സെലക്ടഡ് ആളുകളെ നമ്മൾ എടുത്തിട്ട്, ഈ കുടുംബശ്രീയുടെ ഒരു മിഷൻ ആയിരുന്നു അത്. അതെടുത്ത് നമ്മൾ ഒരു ജോലിക്ക് അവരെ പ്രാപ്തമാക്കുക എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മൾ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. ഞാനിപ്പോ ഈ സമയത്തിന്റെ രീതിയിൽ 2:15 അടുത്ത സെഷനിൽ എന്റെ കൂടെ നമ്മൾ തന്നെയുള്ള അസാപ്പിലുള്ള മറ്റൊരു ഓഫീസറുണ്ട്, അങ്ങനെ ജോയിൻ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഒരു അഡീഷണൽ സ്കിൽ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അതായത് ആ അഡീഷണൽ സ്കില്ല് കൊണ്ട് ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും ആ കുട്ടിക്ക് മറ്റ് ഒരു സ്കില്ലിംഗ് സെക്ടറിൽ അവനൊരു മാസ്റ്ററി നേടാനുള്ള ഒരു പ്രത്യേക കാര്യമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മുടെ പ്രൊഫഷണൽ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലൊരു അഡീഷണൽ സ്കിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അത് അവന്റെ അഭിമാനത്തിന് തന്നെ ഒരു ഉണർവുണ്ടാവുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പിന്നെ ഈ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസും അതുപോലെ കമ്മ്യൂണിറ്റി കോളേജും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഹാക്കത്തോൺ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സെക്ടറിലേക്ക് IEDC കോപ്പറേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അസാപ്പ് അതുമായി സഹകരിക്കും. അസാപ്പിന് ഫോർ ദ ടൈം ബീങ് there is certain financial crisis, but no problem at all. Within a very short span itself we can overcome all such things. അപ്പൊ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരാനുള്ളത്. ഞാൻ വളരെ സ്പീഡിൽ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു പ്രോഗ്രാം ഇതിനകത്ത് പെൻഡിങ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ പ്രദീപ് സാറ്, ഞാൻ തൽക്കാലം ഇതിൽ നിന്ന് പതിയെ പിന്മാറുകയാണ്. അപ്പൊ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇനി ഇപ്പൊ സംശയമോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ പുറകെ വരുന്ന ശ്രീ ആശിഷും ഇതുമായി ബന്ധപ്പെട്ട പ്ലേസ്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. കമ്മ്യൂണിറ്റി കോളേജിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം മാനേജറാണ്. അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എനി ക്വറീസ് യു പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ആശിഷ്. ഡെഫിനറ്റ്ലി ഹി ഈസ് ഇൻ എ പൊസിഷൻ ടു ക്ലാരിഫൈ ഓൾ സച്ച് തിങ്സ്. അപ്പോ വൺസ് അഗെയിൻ ഞാൻ ഈ ചെറിയൊരു സമയം കൊണ്ട്, അപ്പൊ പോളിടെക്നിക്കിലെ ഞാൻ ഇത്രയും പെട്ടെന്ന് ഫ്രീ ആയിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാനിത് വേറൊരു അസാപ്പിന്റെ വക്താവായിട്ടല്ല പറഞ്ഞത്. പോളിടെക്നിക്കിൽ ഇത്രയും കാലം ഉണ്ടായ എന്റെ സഹപ്രവർത്തകരെ പോലുള്ള ആളുകൾ എന്ന നിലയിലാണ് നിങ്ങളോട് ഞാനിത് പറഞ്ഞത്. ഇതിനെ നിങ്ങളൊരു ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കാണരുത് പ്ലീസ്. ഇതൊരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ, ദാറ്റ്സ് ഓൾ. വിത്തിൻ എ വെരി ഷോർട്ട് സ്പാൻ വി ഹാവ് മെയ്ഡ് എ ഫ്രണ്ട്ലി കോൺവെർസേഷൻ. നിങ്ങൾ ആ അർത്ഥത്തിൽ എടുക്കണം. എന്തെങ്കിലും ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒന്ന് ആൻസർ ചെയ്തിട്ട് പോകും. ചാറ്റ് ബോക്സിൽ സിയാസ് സർ. Yes. Good afternoon, sir. Guru. Oh, Sriya sir is here. അടിപൊളി. സാർ പറഞ്ഞതിൽ നിന്ന് ഒരു പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ ഒരു ഫോളോ അപ്പ് ആണ്. ഒക്കെ അറിയാവുന്ന ഇപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ പ്രദീപ് സാറും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജോൺസൺ സാറിന് കൂടി ഉണ്ട്.
ഞങ്ങളൊരു 10-15ഓളം അധ്യാപകർ ചേർന്നിട്ട് ഒരു ഇൻഫോർമൽ കൺസോർഷ്യം ഫോം ചെയ്തിട്ടുണ്ട്. വെഞ്ചർ ലാബ് എന്നാണ് അതിന് പേര്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഈ 6 മാസത്തെ കാലയളവിൽ 20ഓളം കമ്പനികളുടെ 20 പൂൾ റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ ഓർഗനൈസ് ചെയ്യുകയും 250ഓളം ആളുകൾക്ക് പ്ലേസ്മെന്റ് വാങ്ങി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെ ഒരു കൺസോർഷ്യം, ഇറ്റ് ഈസ് എ കൊളാബറേറ്റീവ് കൺസോർഷ്യം ഓഫ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇൻ പോളിടെക്നിക് കേരള, ഞങ്ങൾക്ക് അസാപ്പിലേക്ക് ഒരു അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും? കാരണം ഞങ്ങൾ കമ്പനീസിനെ മൊബിലൈസ് ചെയ്യുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ലിങ്കുകളിലുള്ള സർക്കിളുകളിൽ നിന്നും അലുമിനി ചാപ്റ്ററുകളിൽ നിന്നുമാണ്. അപ്പൊ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കമ്പനീസ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതിനെ ഒരു ഗവൺമെന്റ് ഫേസ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഞങ്ങൾക്ക് നന്നായിരിക്കും. ഇപ്പൊ തൽക്കാലം സാറ് നമ്മുടെ അസാപ്പിന്റെ ഒരു പ്രധാന ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികൾ, ഇപ്പൊ നമ്മൾ നാഷണൽ എഞ്ചിനീയേഴ്സ് റിപ്പോർട്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തില് അല്ല ഇന്ത്യയില് 25% കുട്ടികൾ പോലും എംപ്ലോയബിൾ അല്ലെന്നാ പറയണത് ഈ കോഴ്സുകൾ കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ അങ്ങനെ ഈ കുട്ടികളെ എംപ്ലോയബിൾ ആക്കുക, എംപ്ലോയിഡ് ആക്കുക എന്ന് പറയുന്നതാണ് ലക്ഷ്യം. അത് നിങ്ങളുടെ അങ്ങനെ ഒരു കൺസോർഷ്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ കോപ്പറേറ്റ് വിത്ത് ദിസ്. പിന്നെ അതിനെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, വി ക്യാൻ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ, ബിക്കോസ് എന്തൊക്കെയാണ് അതിന്റെ മറ്റു കാര്യങ്ങളെന്നും കൂടി അറിയണമല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ഡേറ്റ കിട്ടുന്നോ എന്ന് നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ചെറിയ കാര്യം ചെയ്തു, കാരണം വെച്ചാൽ അസാപ്പ് നമ്മൾ ഈ AMI തുടങ്ങിയ കോഴ്സുകളൊക്കെ നടത്തിയപ്പോ ആ സൈബർ സെക്യൂരിറ്റി AMI ഡിമാൻഡാണ് വന്നത്. അങ്ങനെ ഡിമാൻഡ് വന്നപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത കുട്ടികളെ, നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്തോളൂ, അതിനകത്ത് അന്ന് പങ്കെടുപ്പിച്ചോട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഇത് മാറി. ഇപ്പൊ നമ്മുടെ 14,000-ഓളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർക്ക് ഒരു ചെറിയ ഗ്രൂമിങ് കൊടുത്തിട്ട് വെറുതെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കമ്പനിയുടെ ഡിമാൻഡ് നമ്മൾ അറിയും. ആ ഡിമാൻഡിനനുസരിച്ച് ഒരുപക്ഷെ കമ്പനിക്കാരെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മളോ ഒരു ട്രെയിനിങ് കൊടുത്ത് ആ ടെസ്റ്റിന് ഇവരെ പ്രാപ്തരാക്കിയതിന് ശേഷം മാത്രം, എക്യൂപ്പ് ചെയ്തിട്ട് മാത്രം ടെസ്റ്റിന് വിടുക എന്ന് പറയുന്ന ഒരു പോളിസിയാണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. ഇപ്പോ നമ്മൾ ആ കാര്യങ്ങൾ ഉറപ്പായിട്ടും സാറിന്റെ ഒരു ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല, ബിക്കോസ് ഐ നോ യു വെരി വെൽ. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സിന് നന്ദി. നമുക്ക് ഉറപ്പായിട്ടും കോപ്പറേറ്റ് ചെയ്യാം. ബിക്കോസ് ഈ ആശിഷ് ഫ്രാൻസിസ് എന്ന് ഇനി അടുത്ത ക്ലാസ് എടുക്കാൻ വരുന്ന ആള് ആക്ച്വലി ഹീസ് ദ കൺസേൺ പ്രോഗ്രാം മാനേജർ ഫോർ ദി എംപ്ലോയി ആ പ്ലേസ്മെന്റ് സെല്ലിന്റെ. അപ്പൊ അതുകൊണ്ട് ഹി ക്യാൻ കോൺട്രിബ്യൂട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നമ്പറും തരാം. വെരി വെൽ, യു പ്ലീസ് കോൺടാക്ട് അറ്റ് എനി ടൈം വാട്ട് എവർ ദ ഡൗട്ട്സ് യു ഹാവ്, യു ട്രൈ ടു ക്ലിയർ ഇറ്റ് ഫ്രം ത്രൂ ഹിം. അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫ്രാൻസിസ് സാർ. സാറ് സംസാരിക്കാൻ തുടങ്ങിയ 4 മണിക്കൂർ നിർത്താതെ സംസാരിക്കുന്ന തിരക്കുള്ള സമയമാണ്. എന്തായാലും താങ്ക് യു സാർ. ജോൺസൺ സാർ, ഞാനിപ്പോ അടുത്ത ആൾക്ക് കൈമാറുകയാണ്. ഞാൻ പതിയെ ഒന്ന് മാറുകയാണ്. പ്രതാപ് സാർ, വൺസ് അഗൈൻ താങ്ക് യു. താങ്ക്സ് എ ലോട്ട് ടു വൺ ആൻഡ് ഓൾ. താങ്ക് യു. Thank you, sir, for an informative session on ASAP. Now we have Ashish Francis, Program Manager, ASAP, with us. After completing BTech and MTech, he has started his career as a lecturer. He has won gold medal for research methodology and pedagogical teaching offered by IIT Madras. At present, he is working as the Program Manager, ASAP. Welcome to our FDP. Over to you, Mr. Ashish Francis. Hello. Yeah, thank you, Simon. ഞാൻ audible ആണോ? Sir, yes, sir, yes, sir. Okay, thank you, ma'am. So, good afternoon, everyone. ഫ്രാൻസിസ് സാറ് പറഞ്ഞ പോലെ തന്നെ അതിനൊരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വേറൊരു സെപ്പറേറ്റ് സെഷൻ ആയിട്ട് തന്നെ ഒരു ഇന്റർമീഡിയറ്റ് ബ്രേക്ക് പോലും ഇല്ലാതെ തന്നെ ഇതിനൊരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സെഷൻ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ എനിക്ക് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ചെറിയൊരു ടോക്കിനെ കുറിച്ചിട്ടാണ്. സോ ഞാനൊരു PPTയുടെ സഹായത്താലാണ് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണെന്നുള്ളതിന്റെ ഒരു അവയർനെസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് നമ്മുടെ 2020 വന്നിരിക്കുന്ന ഒരു ദൗത്യമാണ്. സോ ഈ ഒരു PPT കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ക്രീൻ കാണാമോ? Yes, sir. Yes, sir. Yeah. Okay, thank you. സോ ബേസിക്കലി ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് അതിനകത്ത് ഈ ടേം ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാക്ക് തന്നെ നാഷണൽ ആണ്. സോ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ പല പല സിലബസുകൾ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം CBSE, സ്റ്റേറ്റ് സിലബസ്, ICSE, അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള സിലബസുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ നിലവാരം ഡിഫറെന്റ് ആണ്.
അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറയും സ്റ്റേറ്റ് സ്കൂളിൽ, ഇപ്പൊ ഞാൻ ബേസിക്കലി ബിടെക് എംടെക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ എന്റെ കൂടെ പഠിച്ച സ്കൂളുകളെ കുട്ടികളെ തന്നെ CBSE ബാക്ക്ഗ്രൗണ്ട് ആണ്, അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആർട്ടിക്കുലേഷൻ സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് സ്റ്റേറ്റ് പഠിച്ച കുട്ടികളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഭയങ്കര വീക്കറായിരുന്നു. സോ ഈ അങ്ങനെ ഒരുപാട് ഡ്രോബാക്കുകൾ കാരണമാണ് ഒരു വിഷൻ ഓഫ് ഇന്ത്യ, അതായത് ഈ പറയുന്ന ഇന്ത്യയുടെ തന്നെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം റീവാമ്പ് ചെയ്യാൻ, മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നാഷണൽ ലെവലിൽ തന്നെ ഒരു പോളിസി എന്നുള്ള രീതിയിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. സോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ആയ 2-3 സ്റ്റേറ്റുകൾ നമ്മുടെ ഫണ്ടിൽ തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് ഒക്കെ ഓൾറെഡി ഈ NEP ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. വെരി സൂൺ കേരളത്തിലും ഈ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. സോ നേരത്തെ ഫ്രാൻസ് സാർ പറഞ്ഞതാണ്, ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത് അസാപ് കേരള എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷന്റെ പ്രോഗ്രാം മാനേജർ ആയിട്ടാണ്. സോ ഐ എം വർക്കിംഗ് ആസ് എ പ്രോഗ്രാം മാനേജർ ഇൻ ദി പ്ലേസ്മെന്റ് ആൻഡ് ഇന്റേൺഷിപ്പ് ഡിവിഷൻ വിത്ത് അഡീഷണൽ ചാർജ് ടു കമ്മ്യൂണിറ്റി കോളേജസ്. സോ അത് അസാപ് കേരള എന്ന് പറയുന്നത് ബേസിക്കലി സാർ പറഞ്ഞ പോലെ തന്നെ ലോഞ്ച് ഫ്രം 2012. ആൻഡ് ഈ ഒരു ജസ്റ്റ് ഒരു പാത്വേ മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഈ SDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആണ്. നമ്മൾ ഈ സ്കൂളുകളിൽ മാത്രമായിരുന്നു അസാപ് കേരള നേരത്തെ ഫോക്കസ് ചെയ്തത്. ഈ 2019-18 കാലഘട്ടത്തിൽ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. 2018 നമ്മൾ ഈ പറയുന്ന അഡ്വാൻസ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജും പോളിടെക്നിക് കോളേജിലേക്കും നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഈ സ്കൂളിംഗ് സിസ്റ്റം, കൺവെൻഷണൽ ആയിട്ടുള്ള സ്കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അഥവാ കമ്മ്യൂണിറ്റിനെ പഠിപ്പിക്കാനും എംപ്ലോയ്മെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2019 ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് എന്ന ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയും അക്രോസ് സ്റ്റേറ്റ് നമുക്ക് 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളും ഉണ്ട്. മലപ്പുറത്തും നമുക്ക് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് മലപ്പുറത്ത് നമുക്ക് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഉള്ളത്. സോ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് വിസിറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാട്ട് ഇസ് ദ നീഡ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ബേസിക്കലി നമ്മളിപ്പം ഈ ഒരുപാട് ഈ റീസെന്റ് ആയിട്ട് തന്നെ നമുക്ക് ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടും നമുക്ക് തോന്നും ഇത്രയും ഈ ഒരുപാട് വിസ്മയുടെ ഇഷ്യൂ ആണെങ്കിൽ എല്ലാവരും പറയുന്നതാണ് അവർക്ക് ജോലിയുണ്ട്, ഡൗറി സിസ്റ്റം ഉണ്ട്. പക്ഷെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു മോറൽ ബിൽഡിംഗ് അവിടെ നടന്നിട്ടില്ല. അപ്പൊ എത്ര ജോലി കിട്ടിയെന്നോ എത്ര വലിയ ഓഫീസറായെന്ന് പറഞ്ഞാലും അവിടെ ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ കേരളത്തിൽ തന്നെ ആക്ച്വലി നമ്മൾ അഹങ്കരിക്കാറുണ്ട് 92%, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും കൺട്രി തന്നെ ഏറ്റവും നമ്പർ 1 ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ലിറ്ററസി. പക്ഷെ ഇവിടെ ക്രൈം റേറ്റ് ഒട്ടും കുറവല്ല. ഇൻ ടേംസ് ഓഫ് സൂയിസൈഡ് ഓൾസോ ആൾക്കാർക്ക് ഈ ചെറിയ കുട്ടികളാണെങ്കിൽ ദേ ആർ ആക്ച്വലി more into that kind of escapism rather than facing the situation. So നമ്മൾ ഈ സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യാം, നമ്മൾ എങ്ങനെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം. ആഫ്റ്റർ ഓൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹ്യൂമൻ ബീങ് ആവുക എന്നുള്ളതാണ്. സോ അതാണ് ബേസിക്കലി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും വലിയൊരു പർപ്പസ് എന്ന് പറയുന്നത്. ഈ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞത് ഇത് 34 വർഷമായിട്ടും ഇതുവരെ ഒരു എഡ്യൂക്കേഷൻ പോളിസിയിൽ ചേഞ്ച് സംഭവിച്ചിട്ടില്ല. സോ ഇറ്റ്സ് ബീങ് ഹാപ്പനിങ് ടുഡേ. അതിന് റീസൺ ബീങ് ഒന്നുമല്ല, നമ്മുടെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ ഈ അമേരിക്കയിലാണെങ്കിലും ജർമ്മൻ, സൗത്ത് കൊറിയ, ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ നമ്മളെക്കാട്ടും ഡെവലപ്ഡ് കൺട്രീസ് ആയി മാറി? അതിന്റെ ഒറ്റ റീസണേ ഉള്ളൂ, അവിടെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടാണ്. സോ അതിന്റെ റീസൺ ബീങ് അവരുടെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഉണ്ട്, VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ITI, അങ്ങനെയൊക്കെ വൊക്കേഷണൽ കണ്ടന്റ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരെ നമ്മൾ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കോമ്പണന്റ് ഭയങ്കര ഹൈ ആണ്. മോർ ദാൻ 50% ആണ് ഈ പറയുന്ന ആവറേജ് എടുക്കുവാണെങ്കിൽ അമേരിക്കയിലും. ജർമ്മനി നിയറിംഗ് 75%, സൗത്ത് കൊറിയ. ഇപ്പൊ ജർമ്മനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് ഏറ്റവും വലിയ ചാൻസ് ഉള്ള സ്ഥലമാണ് ജർമ്മനി, ഓൺലി ബിക്കോസ് അവിടെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഹൈ ആണ്. പക്ഷെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൺലി 5%. So the need for NEP is nothing but to increase the vocational education percentage across the country. So അത് അങ്ങനെ കൺട്രി വൈഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു നാഷണൽ പോളിസി തന്നെ ആവശ്യമുണ്ട്. ഇനി നമ്മളിപ്പോ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 6ാം ക്ലാസ്സിൽ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കാൻ കയറും. 10 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, 10th സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിലും. ഇനി സപ്പോസ് നമ്മൾ ക്ലാസ് 8 അല്ലെങ്കിൽ ലോവർ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ലോഞ്ച് ഔട്ട് ആവുകയാണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ NEPയുടെ സഹായത്തോടെ ഈ പറയുന്ന കൺവെൻഷൻ സിസ്റ്റം തന്നെ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു ഡിഫൈൻ എ ന്യൂ ക്രൈറ്റീരിയ. ആ ക്രൈറ്റീരിയ എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറയാം. സോ ബിഫോർ ദാറ്റ്, ഈ വാട്ട് ഇസ് ദ എയിം ഓഫ് NEP? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൊക്കേഷണൽ കണ്ടന്റ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 5% എന്നുള്ള വൊക്കേഷൻ കണ്ടന്റ്
വി ആർ എയിമിംഗ് ഇറ്റ് ടു ബ്രിങ് ഇറ്റ് ടു 50%. 50% നമുക്ക് അറ്റ്ലീസ്റ്റ് എഡ്യൂക്കേഷൻ വൊക്കേഷണൽ കണ്ടന്റ് പഠിപ്പിച്ചാൽ മാത്രമാണ് നമ്മുടെ കൺട്രിയുടെ GDP ഉയർത്തുള്ളൂ. സോ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ദ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദി കൺവെൻഷൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പൊ ബിടെക് ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും ഹയർ BSc ആണെങ്കിലും എനി എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്താലും അതിലേക്ക് നമ്മൾ വൊക്കേഷണൽ കണ്ടന്റ് കൊണ്ടുവരും. ഈ വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിൽ കോമ്പണന്റ് അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ് ഈ വൊക്കേഷൻ. അതായത് നമുക്ക് അറിയാവുന്ന ഒരു വൊക്കേഷൻ അഥവാ നമുക്ക് അറിയാവുന്ന ഒരു ഒക്യുപ്പേഷൻ, എനിക്കറിയാവുന്ന ഒരു ജോലി, ആ ജോലി അല്ലെങ്കിൽ എനിക്കുള്ള ടാലന്റ്, ആ ടാലന്റ് അതിനകത്ത് കണ്ടെത്തി ആ ടാലന്റിന് അനുസരിച്ചിട്ടുള്ള ഒരു കോമ്പണന്റ് ആഡ് ചെയ്യുന്നതിനാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി അത് പഠിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ജോബ് റോളിലേക്കായിരിക്കും ഞാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഈ പറയുന്ന ബിടെക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കൺവെൻഷണൽ ഡിഗ്രീസ് നമുക്കുണ്ട്. പക്ഷെ എനിക്കിപ്പം ഈ പറയുന്ന മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ ബിടെക് ഇലക്ട്രോണിക്സ് വിത്ത് വൊക്കേഷണൽ കോമ്പണന്റ് മ്യൂസിക് ഉണ്ടെങ്കിൽ എനിക്ക് രണ്ട് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഹയർ സ്റ്റഡീസിലേക്ക് മാറാം. ഐ ക്യാൻ ഗോ ഫോർ മ്യൂസിക് ഓർ ഐ ക്യാൻ ഗോ കണ്ടിന്യൂ മൈ എഡ്യൂക്കേഷൻ ഇൻ ഇലക്ട്രോണിക്സ് ആസ് സച്ച്. പക്ഷെ ഇവിടെ ആ സിസ്റ്റം ഇവിടെ ഇല്ല. അപ്പൊ ഈ പറയുന്ന വൊക്കേഷണൽ കോമ്പണന്റ് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷൻ തന്നെ 50% ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഈ പറയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് ടു സെറ്റ് അപ്പ്. അതായത് നാഷണൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് തന്നെ അതിനകത്തൊരു സ്കിൽ ലാബ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ITIസും പോളിടെക്നിക്സും ലോക്കൽ ഇൻഡസ്ട്രിയും കൂടെ സഹായിച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക്കലോ ITIയിലല്ല, ബേസിക് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒരു സ്കിൽ ലാബ് എന്നുള്ള കോൺസെപ്റ്റ് സെറ്റ് ചെയ്യും. സ്കിൽ ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ കൊണ്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാന്നല്ല എന്റെ അർത്ഥം. സ്കില്ലിനെ ബേസ് ചെയ്ത്, വൊക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ലാബുകൾ സെൻട്രലി അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി ഈ പറയുന്ന വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പാർട്ട്ണർഷിപ്പിലും ചെയ്യാൻ പറ്റും. ഇനി ഇത് ഏതൊക്കെ സ്കില്ല് കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ രീതിയിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ മിനിസ്ട്രി തന്നെ ഇവർ രൂപീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 34 വർഷമായിട്ട് നമ്മുടെ, അതായത് 1986 ഒരു എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ എൻഫോഴ്സ് ചെയ്യപ്പെട്ടത്. ഈ പറയുന്ന 1996 ശേഷം 1992 ഒരു മോഡിഫിക്കേഷൻ സംഭവിച്ചതും 2009 എല്ലാവർക്കും എഡ്യൂക്കേഷൻ കമ്പൽസറി ആയിട്ടും നമ്മുടെ ഒരു അവകാശമായിട്ടും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത്. പക്ഷെ ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം എല്ലാവർക്കും കിട്ടണം, അതായത് ആക്സസ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം. ഈ പറയുന്ന ഒരു വേർകൃത്യം ഇല്ലാതെ എല്ലാവർക്കും കിട്ടണം. ആക്സസ് ആൻഡ് ഇക്വിറ്റി ആയിരുന്നു അവരുടെ എയിം. പക്ഷെ ഞാൻ നേരത്തെ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ NEP എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആണ്. നല്ല ഗുഡ് ഹ്യൂമൻ ബീങ്സിനെ വാർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇപ്പം 29 ജൂലൈ 2020 NEP എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്തത്. ഇപ്പൊ 2021 എന്നുള്ള രീതിയിലായപ്പോൾ ഇറ്റ് ഹസ് ബീൻ ഇംപ്ലിമെന്റഡ് ഇൻ 2 സ്റ്റേറ്റ്സ് ഇൻ അവർ കൺട്രി. കേരളത്തിൽ ഉടനെ വരുന്നതായിരിക്കും. ഇനി ഈ ഒരു സർവേ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർട്ട്നൈറ്റ്, ഒരു 1-2 ദിവസം കൊണ്ടോ ഡെവലപ്പ് ചെയ്തതല്ല. ഇറ്റ് ടുക്ക് പ്ലെന്റി ഓഫ് സർവേസ്. അതായത് 2 ലക്ഷത്തിൽ കൂടുതൽ സജഷൻസ് വാങ്ങിക്കുകയും ഗ്രാമപഞ്ചായത്ത് ലെവലും ബ്ലോക്ക് പഞ്ചായത്ത് ലെവലും ലോക്കൽ ബോഡീസ് അതിന്റെ സഹായത്തോളം 676 ഡിസ്ട്രിക്റ്റിന്റെ അവിടെ നിന്നും സർവേസ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ഒരു പോളിസിനെ ഡ്രാഫ്റ്റ് ചെയ്തത്. സോ അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനെ ഏൽപ്പിച്ചിരുന്നത് ISRO നേരത്തെ സൈൻസ് കസ്തൂരിരംഗൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. സോ ഈ പറയുന്ന പോളിസിയിലെ മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ്, NEP എന്ന് പറയുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചതുപോലെ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. സയൻസോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ നമ്മൾ തിരിയുന്നു. 2 വർഷം കൂടെ വീണ്ടും നമ്മൾ പഠിക്കുന്നു. സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് പുറത്തു പോകുന്നു. അതാണ് 10+2. ഈ പറയുന്ന കംപ്ലീറ്റ് ഫോർമാറ്റ് തന്നെ NEP വരുമ്പോൾ മാറും. ഇനിയുള്ള ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 5+3+3 ആൻഡ് +4 എന്നുള്ള ഇയേഴ്സ് ആയിരിക്കും. എന്താ ജസ്റ്റ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി ഗ്രാജുവേഷൻ ലെവൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എല്ലാവർക്കും, അതായത് ബിടെക് എന്നോ MBBS എന്നോ LLB എന്നുള്ളൊരു ഗ്രാജുവേറ്റ് ഇനി ഉണ്ടാവില്ല. എവരിബഡി ഗ്രാജുവേഷൻ UG അല്ലെങ്കിൽ PG പ്രോഗ്രാം, അല്ലാതെ ഈ പറയുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകത്തില്ല. MPhil എന്നുള്ള കോൺസെപ്റ്റ് തന്നെ എടുത്തു കളഞ്ഞു. ദാറ്റ് ഇസ് ഈ 5th പോയിന്റിൽ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഇസ് നോ ഡിസ്റ്റിങ്ഷൻ. അപ്പം എനിക്ക് വേണമെങ്കിൽ ആർട്സിന്റെ ഫസ്റ്റ് ഇയർ എനിക്ക് ആർട്സ് പഠിക്കാം, സെക്കൻഡ് ഇയർ എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം, തേർഡ് ഇയർ എനിക്ക് വേണമെങ്കിൽ മെഡിസിൻ പഠിക്കാൻ പറ്റും. അതാണ് NEPയുടെ പ്രത്യേകത. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു ഡയഗ്രത്തോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6ാം ക്ലാസ്സിൽ 6 വയസ്സാകുമ്പോൾ നമ്മൾ 1ാം ക്ലാസ് ചേരുകയും 10 വർഷം അഥവാ 16 വയസ്സാകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പാസ്സായിട്ട് ഒരുപാട് തറവാവാതെ പഠിച്ചു പോവുകയാണെങ്കിൽ, ഒരു വർഷം ഒരു ക്ലാസ് സ്പെൻഡ് ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് എത്തും. 16 വയസ്സാകും. നെക്സ്റ്റ് ബ്ലോക്ക് ആണ് 2 വർഷം കൊണ്ട് നമ്മൾ ഈ 18 വയസ്സാകുമ്പോഴേക്ക് നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള സ്കൂളിംഗ് സിസ്റ്റം നമ്മുടെ കഴിഞ്ഞു. ആസ് പെർ NEP നമ്മുടെ സിസ്റ്റം ബ്രേക്ക് ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 5, അതായത് 3+2 ദാറ്റ് ഇസ് 5. അതിനെ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് വിളിക്കും.
നെക്സ്റ്റ് 3 ഇയേഴ്സിൽ നമ്മൾ പ്രിപ്പറേറ്ററി എന്ന് വിളിക്കും. അതിന്റെ ഹയർ ആയിട്ടുള്ള 3 വർഷത്തിന് മിഡിൽ നിന്നും അതിന്റെ ഹയർ ആയിട്ടുള്ള 4നെ നമ്മൾ സെക്കൻഡ് ലെവൽ എന്ന് വിളിക്കും. സോ ഇൻഎഫക്റ്റീവ്ലി നമ്മൾ ഓക്കെ. സോ ഇൻഎഫക്റ്റീവ്ലി നമ്മൾ ഈ പറയുന്ന 3 to we are starting our education from our education from 3-ാം വയസ്സ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിലവിലെ ഈ പറയുന്ന അംഗൻവാടി സിസ്റ്റവും പ്രീ സ്കൂളിനകത്തും ഒരു ഗൈഡൻസും അവിടെ ഇല്ല. ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന പോലെ നമുക്കൊരു കുറച്ച് ഏരിയ ഉണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് എ പ്രീ സ്കൂൾ. ഒരു ലൈസൻസിങ് സിസ്റ്റമോ ഒരു ഗവേണിംഗ് സിസ്റ്റമോ അവിടെ ഇല്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പ്ലേ സ്കൂളിനകത്ത് ബേസിക്കലി ഫൗണ്ടേഷൻ എന്താണ്, ഒട്ടും ഈ നിലവിലെ സിസ്റ്റത്തിന് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. ആരോ എന്തൊക്കെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്ലേ സ്കൂളിൽ കിട്ടുകയാണെങ്കിൽ അവന് ആ പറയുന്ന കുട്ടിയുടെ ഡെവലപ്മെന്റ് എത്രയും മാറി കിട്ടും. പക്ഷെ നമ്മുടെ പുതിയ NEP വരുമ്പോഴേക്കും സ്റ്റാർട്ടിങ് ഫ്രം ബേസിക് അംഗൻവാടി തൊട്ട് അവർ സ്ട്രക്ചർ പറയും. ഈ ആദ്യത്തെ 3 വർഷം ഈ കുട്ടികൾ എന്ത് പഠിക്കണം, സെക്കൻഡ് ഇയർ നെക്സ്റ്റ് 2 ഇയേഴ്സിലെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം. അപ്പം 8 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ഈ പറയുന്ന കുട്ടിക്ക് ഒരു ബേസിക് ഈക്വൽ ആയിട്ടുള്ള നോളജ് അവർക്ക് കിട്ടുകയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള നോളജ് അല്ല, ഈക്വൽ നോളജ്. സോ ആ ഒരു യൂണിഫോമിറ്റി ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് NEP സ്ട്രക്ചർ ചെയ്യുന്നത്. സോ ആദ്യത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഈ 5 വർഷം 3+2 എന്ന് പറഞ്ഞ ഫൗണ്ടേഷനിൽ ഈ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി ഏജ് എന്ന് പറഞ്ഞാൽ 3 ഇയേഴ്സ് ആണ്. 5 വർഷം കുട്ടികൾ പഠിക്കണം. സോ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3+2 ആണ്. ഈ പറയുന്ന ആദ്യത്തെ 3 വർഷം അതിനെ പ്ലേ സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ കൺവെൻഷൻ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്ലേ സ്കൂൾ ഉണ്ട്. പക്ഷെ NEP പറയുന്നത് ആ പ്ലേ സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ കരിക്കുലം ഫോളോ ചെയ്യണം എന്നുള്ളത് ഒന്ന് യൂണിഫോം ആക്കി തരികയും നമ്മുടെ അനിയത്തിമാർക്കും നല്ലൊരു ബേസിക് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ 3+2 എന്നുള്ള രീതിയിൽ ബ്രേക്കപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഈ പറയുന്ന വിത്തിൻ 2 ഇയേഴ്സ്, അതായത് ആദ്യത്തെ 3 വർഷം അവർ കളിച്ചതുകൊണ്ടാണ് കളിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഒരു പ്ലേ സ്കൂൾ മോഡലായിരിക്കും. നെക്സ്റ്റ് 2 ഇയേഴ്സ് അവരെന്ത് ചെയ്യും, കൺവെൻഷണൽ ആയിട്ടുള്ള 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പഠിക്കും. ഈ 2 വർഷം അവർക്ക് ഒരു എക്സാമോ ഒരു അസൈൻമെന്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അവരുടെ ടാലന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ അലോങ് വിത്ത് സ്റ്റഡി എന്നുള്ള കോൺസെപ്റ്റ് ആണ് ആദ്യത്തെ ഫൗണ്ടേഷൻ മോഡലായിട്ട് പറയുന്നത്. ഇനി അടുത്ത 3 വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് 3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 1ഉം 2ഉം കളിച്ചു നിന്നു 3-ാം ക്ലാസ് തൊട്ട് 5-ാം ക്ലാസ് വരെ 3, 4, 5 അടുത്ത 3 വർഷത്തിൽ അവർ പഠിക്കാൻ പോകുന്നത് ഒരു ECC കോൺസെപ്റ്റിലാണ്. ECC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ഡെവലപ്മെന്റ് ആണ്. അതായത് നേരത്തെ ഈ പറയുന്ന കുട്ടികൾ ഒരു കൺവെൻഷണൽ സിസ്റ്റത്തിനോ എക്സാമിനോ പഠിപ്പിക്കാതെ വന്ന കുട്ടികളെ, യൂണിഫോം ആയിട്ടിരിക്കുന്ന കുട്ടികളെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ഒരു എക്സാമിനേഷൻ എന്നുള്ള ഒരു ബേസിക്, അതായത് ഒരുപാട് ഈ പറഞ്ഞ 100 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ 100 മാർക്കിന്റെ എക്സാം അല്ല, വളരെ ഒരു അവരുടെ സ്കിൽ അറിയുന്ന രീതിയിൽ ആ ടാലന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം നടത്തുകയും അവർക്ക് ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസും അവർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. റീജിയണൽ ലാംഗ്വേജ് പഠിപ്പിക്കും, നാഷണൽ ലാംഗ്വേജ് പഠിപ്പിക്കും. സോ 3rd ക്ലാസ് ഓൺവേർഡ്സ് ആണ് അവരുടെ എക്സാമിനേഷൻ എന്താണെന്നും ആ ഒരു അസസ്മെന്റ്, അതായത് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ കൺവെൻഷനൽ ആയിട്ട് വന്നിരുന്ന് പഠിക്കുക, അവന് 100 50 മാർക്ക് കൊടുക്കുക, ആ ഒരു കോൺസെപ്റ്റ് അല്ല ഇനിയുള്ളത്. ആ കോൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് ഞാൻ വഴിയെ പറയാം. ദർ വോണ്ട് ബി എനി മാർക്സ് ഓർ സിസ്റ്റം. അസസ്മെന്റ് നടത്തുന്നത് വേറെ രീതിയിലേക്ക്. അപ്പൊ എക്സാമിനേഷൻ ഉള്ള പേര് തന്നെ മാറ്റി വി ആർ അസസിങ് ദം, വി ആർ നോട്ട് എക്സാമിനേഷൻ ദം. എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ മെമ്മറി പവർ കൂടുതലുള്ളത് അവൻ നന്നായി പഠിച്ച് അവന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ 3 മണിക്കൂർ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ആളാണോ അവര് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആരാണോ അവർക്ക് മാർക്ക് കിട്ടും. ഇനി ആ കോൺസെപ്റ്റ് മാറിയിട്ട് അസസ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്കാണ് വരാൻ പോകുന്നത്. സോ അതാണ് NEPയുടെ നെക്സ്റ്റ് ലെവൽ. ഇനി അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ലെവലാണ് അടുത്ത 3 വർഷം. അപ്പം ആദ്യത്തെ 1ഉം 2ഉം നമ്മൾ കളിച്ച് പഠിച്ചു. ഇനിയുള്ള 3 to 5 നമ്മൾ എക്സാമിനേഷന്റെ ബേസിക് കാര്യങ്ങൾ, ലാംഗ്വേജ് ഒക്കെ പഠിച്ചു. അടുത്ത 3 വർഷം ക്ലാസ് 6, 7, 8 അടുത്ത 3 ഇയേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി എൻട്രി ലെവൽ ക്ലാസ് 6 ആയിരിക്കും, എക്സിറ്റ് ലെവൽ ക്ലാസ് 8 ആയിരിക്കും. ഈ വർഷങ്ങളിൽ നമ്മൾ കൺവെൻഷനൽ ആയിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ച സമയം ഓർക്കുക, നമ്മൾ 6-ാം ക്ലാസ് 8-ാം ക്ലാസ്സിൽ നമ്മൾ ഒരിക്കലും പോലും ആലോചിക്കാത്ത ഒരു ടേമാണ് കോഡിംഗ് സ്കിൽസ്. സോ ഈ ഒരു വർഷം തന്നെ NEPയുടെ പ്രകാരം നമ്മളൊരു കോഡിംഗ് സ്കിൽ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കോഡിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ലാപ്ടോപ്പ് തുറന്നിട്ട് നമ്മൾ C++ഓ പൈത്തണോ ജാവയോ അത് ടൈപ്പ് ചെയ്യാനല്ല പറയുന്നത്. കോഡിങ്ങിന് വേണ്ടി ആവശ്യമുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി ആണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ ഈ നേരത്തെ ആ കുട്ടി കാണിച്ചിരിക്കുന്ന അസസ് ചെയ്യുമ്പം അവന് ഈ സ്കില്ലാണ് കൊടുക്കും. നന്നായി പാട്ട് പാടുന്ന കുട്ടിയാണെങ്കിൽ, നന്നായി പെയിന്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ സ്കില്ലിനെ ബേസ് ചെയ്തിട്ട് വൊക്കേഷണൽ കോഴ്സസ് ആ പയ്യന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രാജുവലി ഒരു ബേസിക് ലെവൽ ഓഫ് മാത്സും സയൻസും ആർട്സും അതിനകത്ത് കമ്പൽസറി ആയിട്ട് പഠിക്കും. ഇപ്പൊ നമ്മളൊക്കെ 6-ാം ക്ലാസ് തൊട്ട് 8-ാം ക്ലാസ് തൊട്ട് പഠിക്കുമ്പോൾ ഞാനൊക്കെ പഠിച്ച സമയത്ത് ബേസിക്കലി സയൻസും ഈ പറഞ്ഞ ഹിസ്റ്ററി അങ്ങനെ ഫിസിക്സ് അങ്ങനത്തെ ഒരു ഫിസിക്സ് അല്ല, ഈ പറയുന്ന സയൻസ് എക്കണോമിക്സ് എന്ന ഒരു ബേസിക് ആയിട്ട് സ്ട്രക്ചർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആർട്സ് ആൻഡ് സയൻസ് പഠിക്കാൻ ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ ചൂസ് കോഡിംഗ് സ്കിൽസ്, ഐ ക്യാൻ ചൂസ് വൊക്കേഷണൽ സ്കിൽ, എനിക്ക് പഠിക്കാം. ആർട്സ് ആൻഡ് സയൻസും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
കോഡിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നമുക്ക് ബേസിക്കലി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു വൊക്കേഷൻ, അതായത് ഏതൊരു കാര്യമാണെങ്കിൽ നമുക്കൊരു ലോജിക് ഡെവലപ്പ് ചെയ്യണം, അനാലിറ്റിക് തിങ്കിങ് ഡെവലപ്പ് ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മിഡിൽ ലെവൽ അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇനി ഫൈനൽ ലെവൽ, ദാറ്റ് ഇസ് ലാസ്റ്റ് 4 years, 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡ് ആണ്. നമുക്കറിയാം 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ് എത്ര A+ കിട്ടി, അല്ലെങ്കിൽ എത്ര CGPA ഉണ്ട് CBSE ആണെങ്കിൽ. ഈ ഇതിനെ ബേസ് ചെയ്ത് സയൻസ് ആണ് ചൂസ് ചെയ്യുന്നത്, ഏത് സ്ട്രീമാണ്. ഇനി NEP പ്രകാരം ദർ ഇസ് നോ സ്ട്രീം, സയൻസിനോ കോമേഴ്സിനോ ഇല്ല. യു വിൽ ബി ഇൻ ദ ലാസ്റ്റ് 4 years ഓഫ് യുവർ സ്കൂളിംഗ് സിസ്റ്റം. അതിനാണ് സെക്കൻഡറിയിലാണ്. ഓക്കെ, ഞാൻ സെക്കൻഡറിയിലാണ് പഠിക്കുന്നത് പറഞ്ഞാൽ മതി, സയൻസോ കോമേഴ്സോ ഉണ്ട് കോൺസെപ്റ്റ് അവിടെ ഇല്ല. എനിക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെ സബ്ജക്ട് പഠിക്കാം, വൊക്കേഷണൽ കോഴ്സസ് ഏതൊക്കെയാണ് എനിക്ക് ചൂസ് ചെയ്യാം, സ്കില്ല് പഠിക്കാം. കമ്പൽസറി ആയിട്ടും യു വിൽ ബി ഗോയിങ് ത്രൂ എ ക്രിട്ടിക്കൽ തിങ്കിങ് ആസ് വെൽ ആസ് ഡിസൈൻ തിങ്കിങ് കോൺസെപ്റ്റ്സിലേക്ക് പഠിക്കാം. ഇപ്പൊ ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബേസിക്കലി ഇപ്പം എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഓട്ടോമൊബൈൽ കാറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം പക്ഷെ അങ്ങനത്തെ ഒരു സബ്ജക്ട് സ്കൂളിംഗിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡിസൈൻ തിങ്കിങ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ള മികച്ച രീതിയിലുള്ള കാറുകൾ വരയ്ക്കാനും അതിനെ ഡിസൈൻ ചെയ്യാനും അതിലേക്ക് എനിക്കാണ് സബ്ജക്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പം 2x3 എന്ന് പറയുന്നത് 6 ആണ്. അത് എങ്ങനെ 6 വന്നു എന്നുള്ളത് തിങ്ക് ചെയ്യാൻ, അതായത് ഇപ്പം 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 6 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് അതിന്റെ ലോജിക്ക് എന്താണ്? 2നെ 3 തവണ ആഡ് ചെയ്താൽ 2നെ 2 ഈ പറഞ്ഞ 2+2+2 3 തവണ 2നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ we will get the result. അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് റിപ്പീറ്റഡ് അഡീഷൻ ആണ് അതിന്റെ ലോജിക്. അതേപോലെ ഇപ്പൊ ഡിവിഷൻ 4/2 എന്ന് പറഞ്ഞാൽ 4നെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 2 ആണ് കിട്ടുന്നത്. അതായത് 4 എന്ന് പറഞ്ഞ നമ്പറിനെ 2 കൊണ്ട് ഒരു തവണ മൈനസ് ചെയ്തു, യു വിൽ ഗെറ്റ് ആൻസർ 2. ആ റിസൾട്ടിനെ വീണ്ടും 2 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടി. അത് എത്ര സ്റ്റെപ്പിലാണ് എനിക്ക് 0 കിട്ടിയത്, അത് എത്ര തവണ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ചെയ്തപ്പോഴാണ് 0 കിട്ടിയത്, ആ സമയത്ത് ആ നമ്പർ ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഷൻ അഥവാ ലോജിക് എന്ന് പറയുന്നത്. സോ ആ ക്രിട്ടിക്കൽ തിങ്ക്, ഒരു പ്രോബ്ലത്തിന്റെ ക്രിട്ടിക്കൽ തിങ്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അവിടെ പഠിച്ചെടുക്കാനായിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. ഇനി അവിടെ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു വർഷത്തിന്റെ അവസാനം ഒരു പരീക്ഷ വരുന്നത്. ഇനി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല അവർ പറയുന്നത്. ദർ വിൽ ബി 6 months ബേസ് ചെയ്ത് ചെറിയൊരു അസസ്മെന്റും കാര്യങ്ങൾ എക്സാമിനേഷൻ ഉണ്ടാവും. ഇനി അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം, അവിടെ നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് എന്നൊരു കോൺസെപ്റ്റ് പഠിക്കാൻ പറ്റും. ഈ ഫോറിൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മളിപ്പോ കൺവെൻഷനിൽ യൂസ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ ഫോറിൻ ഓതേഴ്സും ഡിഫറെന്റ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ബുക്സ് നമുക്ക് വായിച്ച് പഠിക്കാനും ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് എന്താണ്, വി ക്യാൻ ഹാവ് എ ലാർജ് നെറ്റ്വർക്ക്. ഓക്കെ, ഇപ്പൊ ലാർജ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നടക്കുന്ന റിസർച്ചുകൾ, അവിടെ നടക്കുന്ന ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഡെവലപ്മെന്റ്സ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്കൂൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് വി ക്യാൻ ചൂസ് വെദർ വി ഹാവ് ടു ഗോ ഫോർ എൻ ഗ്രാജുവേഷൻ ഓർ എ PG ഓർ ഫോർ എ റിസർച്ച്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ആഫ്റ്റർ 12, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 5+3+3+4 കഴിഞ്ഞ് നമ്മൾ 12th ക്ലാസ്സിൽ പുറത്തിറങ്ങുമ്പോൾ വി വിൽ ബി ലെഫ്റ്റ് വിത്ത് 2 ഓപ്ഷൻസ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ BTech-എന്നോ MBBS-എന്നോ LLB എന്നോ ഒരു കോൺസെപ്റ്റോ ഇല്ല. ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ യു ക്യാൻ പെർസ്യൂ യുവർ ഗ്രാജുവേഷൻ ഓർ യു ക്യാൻ പെർസ്യൂ യുവർ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇനി ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 4 വർഷം. ആസ് പെർ NEP ഇറ്റ് ഇസ് ഓൺലി 4 years. എനി ഗ്രാജുവേഷൻ, ഇപ്പൊ MBBS ആണെങ്കിലും LLB ആണെങ്കിലും BTech ആണെങ്കിലും ശരി, ഗ്രാജുവേഷൻ എല്ലാം 4 years ആയിരിക്കും. പോസ്റ്റ് ഗ്രാജുവേഷൻ വിൽ ബി 2 years. സോ ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടിക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നതാണ്, എനിക്ക് പഠിത്തം നിർത്താം, എനിക്ക് വേറെ ഏതെങ്കിലും എഡ്യൂക്കേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ വേറൊരു സ്ട്രീമിലേക്ക് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ജോബ് എടുക്കണം. ഓക്കെ, യു ക്യാൻ ഗോ. ആ സമയത്ത് ആ പയ്യൻ ഇറങ്ങുമ്പോൾ യു വിൽ ബി ഹാവിംഗ് എ സർട്ടിഫിക്കറ്റ്. അതിന്റെ പേരാണ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് എനിക്ക് ചിലപ്പോൾ എന്റെ ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂ കാരണം എനിക്ക് ഡ്രോപ്പ് ഔട്ട് ആവേണ്ടി വന്നു. ഐ വിൽ ഗെറ്റിംഗ് എ സർട്ടിഫിക്കറ്റ്. അപ്പൊ അവൻ എന്ത് ചെയ്യാം, ആ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റും കൊണ്ട് അതിന് തുല്യമായിട്ടുള്ള ജോലിയിലേക്ക് അവന് കയറാൻ പറ്റും. സെക്കൻഡ് ഇയർ അതിന് കുറെ വർഷങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചു വരാൻ പറ്റുമോ? പറ്റും. ആ സമയത്ത് അവൻ വീണ്ടും ഫസ്റ്റ് ഇയർ പഠിക്കേണ്ട ആവശ്യമില്ല. ഹി ക്യാൻ കണ്ടിന്യൂ ഹിസ് സെക്കൻഡ് ഇയർ എഡ്യൂക്കേഷൻ. അതാണ് സെക്കൻഡ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതായത് NEP-യുടെ പ്രകാരം there is an academic credit bank system. അക്കാഡമിക് ക്രെഡിറ്റ് ബാങ്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച് ഒരു തവണ ഞാൻ ആ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ട് എനിക്കൊരു ക്രെഡിറ്റ് തരും. ആ ക്രെഡിറ്റ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബാങ്കിൽ പൈസ ഇടുന്ന പോലെ നമ്മുടെ അക്കാഡമിക് ക്രെഡിറ്റ് ഒരു ബാങ്കിൽ തന്നെ സേഫ് ആയിരിക്കും. നമ്മുടെ ഡിജി ലോക്കർ പോലെ, ഇപ്പൊ കോവിഡിന്റെ സർട്ടിഫിക്കറ്റ് കിടക്കുന്ന ഡിജി ലോക്കർ പോലെ. ആ ഡിജി ലോക്കറിനകത്തുനിന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഏത് വർഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ഈ പറയുന്ന ക്രെഡിറ്റിന് എനിക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇനി നെക്സ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ പഠിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് എ ഗ്രാജുവേറ്റ് ഡിപ്ലോമ. 2 years ഗ്രാജുവേഷൻ പഠിക്കുകയാണെങ്കിൽ ഗെറ്റ് എ ഗ്രാജുവേറ്റ് ഡിപ്ലോമ. 3 years പഠിക്കുകയാണെങ്കിൽ ഗെറ്റ് എ ഗ്രാജുവേറ്റ് ഡിഗ്രി. 4 year ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ ആണ്. ഇനി 4 വർഷം പഠിച്ചതിന് ശേഷം നീ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുവാണെങ്കിൽ യു നീഡ് ടു ഓൺലി കംപ്ലീറ്റ് 1 year. അതായത് ഗ്രാജുവേഷൻ 4 വർഷം പഠിച്ചു, യു ക്യാൻ ഡയറക്ട്ലി എൻ്റർ ഇൻ ടു സെക്കൻഡ് ഇയർ. ഇനി 3 വർഷം പഠിച്ചിട്ടാണെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു യുവർ ഫസ്റ്റ് ഇയർ. ഓക്കെ, അതാണ് ഈ പോയിന്റ്സ് ചെയ്തിരിക്കുന്നത്.
ഇനി ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ജസ്റ്റ് എന്റെ ഓർമ്മ മാത്രം പറയാണ്. നേരത്തെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോലെ ദർ ഇസ് നോ എക്സാമിനേഷൻ എന്ന ടേം അല്ല അവിടെ യൂസ് ചെയ്യുന്നത്. വി ആർ അസസിങ് ഇറ്റ്. അപ്പൊ ഒരു പെർസെന്റേജോ CGPO A+കളുടെ കണക്കുകളോ ഫ്ലെക്സുകളോ അല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ അസസ്മെന്റ് ആൻഡ് റിസൾട്ട് ആണ്. സോ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം നമുക്ക് ഒരു സെൽഫ് ഇവാലുവേഷൻ മാർക്ക് നൽകാൻ പറ്റും. ഞാൻ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മാർക്ക് ഇടാൻ പറ്റുന്നതാണ്. ദാറ്റ് ഇസ് എ സെൽഫ് ഇവാലുവേഷൻ ക്യാൻ ബി മെയ്ഡ്. ഒരു സൈക്കോമെട്രിക് അനാലിസിസ്, ഒരു എക്സാം അല്ല ഒരു അസസ്മെന്റ് നടത്തി അതിനെ ബേസ് ചെയ്ത് ഒരു മാർക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പ്ലസ് നിങ്ങളുടെ കൂട്ടുകാർ, അപ്പം ഞാൻ നന്നായി പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ കൂട്ടുകാരൻ, അതായത് എന്റെ അടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിലുള്ള ഏതെങ്കിലും കുട്ടിക്കും ആ പറയുന്ന അവനെ കുറിച്ച് മാർക്ക് ഇടാൻ പറ്റും. അതാണ് പിയർ ഇവാലുവേഷൻ. ഏറ്റവും കൂടുതൽ സ്കൂളിലാണെങ്കിൽ കോളേജിലാണെങ്കിൽ കാണുന്നതാണ്. എല്ലായിടത്തും ഉണ്ട്, എല്ലാ വർക്കിംഗ് കൾച്ചറിലും ഉണ്ട് ഒരു ഗ്രൂപ്പിസം. അതായത് ഇപ്പം എന്റെ ലാസ്റ്റ് ബെഞ്ച് ഒരു അസോസിയേഷൻ, മിഡിൽ ബെഞ്ച് വേറെ അസോസിയേഷൻ, ഫ്രണ്ട് ബെഞ്ച് വേറെ അസോസിയേഷൻ. പക്ഷെ എല്ലാവരും ഈ പറയുന്ന സ്കൂളിൽ പക്ഷേ പ്രിൻസിപ്പൾ നോക്കുമ്പോൾ അത് ക്ലാസ് 10th അല്ലെങ്കിൽ ഡിപ്ലോമ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ആയിരിക്കും. പക്ഷെ ആ ക്ലാസ്സിൽ ഇന്റേണലി ഉണ്ടാകുന്ന ആ ഒരു ഈ പറയുന്ന സോഷ്യൽ ഹാർമണി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിസം കാരണമാണ് അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിയർ ഇവാലുവേഷൻ ഉള്ള ഒരു കോൺസെപ്റ്റും കൂടെ അവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ടീച്ചർ പറയാണ് ഈ കുട്ടിക്ക് എത്ര ഇവാലുവേഷൻ നൽകുന്നു. അങ്ങനെ ഈ 4 പാരാമീറ്റർ വെച്ചിട്ടാണ് ആ കുട്ടീനെ അസസ് ചെയ്യാൻ പോകുന്നത്. ഇനി there is a benefit of learning vocational courses as per your interest. അതുപോലെ നിങ്ങൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കാൻ ഫോറിൻ പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബിക്കോസ് വി ആർ ലേണിംഗ് ഫോറിൻ ലാംഗ്വേജ് വി ക്യാൻ ഡയറക്ട്ലി എൻറോൾ ഇൻ ടു ഫോറിൻ യൂണിവേഴ്സിറ്റി. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇയർ ഇന്ത്യയിൽ പഠിച്ച് സെക്കൻഡ് ഇയർ എനിക്ക് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഇയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഈ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. ഇനി NEP ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ there will be 4 സെൻട്രൽ ഗവൺമെന്റ് ലെവൽ ഡിപ്പാർട്ട്മെന്റ്. സിലബസ് യൂണിഫോം ആയിരിക്കണം അക്രോസ് ദി സ്റ്റേറ്റ്, അക്രോസ് ദി കൺട്രി ഒരു സിലബസിലായിരിക്കും റൺ ചെയ്യുന്നത്. സെക്കൻഡ്, അതിനൊരു റെഗുലേറ്ററി ബോഡി വേണം. അതുപോലെ ഈ സാലറിയും അതേപോലെ തന്നെ എന്റെ സ്കോളർഷിപ്പ് സ്കീംസും സെൻട്രലൈസ്ഡ് ആയിരിക്കും. പിന്നെ റിസൾട്ട് ആൻഡ് അസസ്മെന്റും സെൻട്രലൈസ്ഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ കേരളത്തിൽ നിന്ന് പഠിച്ച കുട്ടിയാണോ തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ച കുട്ടിയാണോ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവത്തില്ല. യു വിൽ ബി എ ഗ്രാജുവേറ്റ് ഫ്രം ദ കൺട്രി ഇന്ത്യ. ഇനി ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഫീസ്, അതായത് CBSE സ്കൂളുകൾ പലതും ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഫീസ് ഒന്നും നോർമലൈസ്ഡ് അല്ല. NEPയുടെ പ്രകാരം കൺട്രിയിൽ റൺ ചെയ്യുന്ന എൻറ്റയർ സിസ്റ്റം ഒന്നാണെങ്കിൽ പിന്നെ ഫീസ് എന്തായിരിക്കണം, ഷുഡ് ബി 1. അപ്പൊ ഒരു നോർമലൈസ്ഡ് ഫീസ് ആയിരിക്കും ഈ പറയുന്ന കൺട്രി അക്രോസ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു NEP ഓഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക്കലി നമുക്ക് 4 വർഷം, അതായത് ടീച്ചേഴ്സിനെ അതിനെ മോൾഡ് ചെയ്യാനായിട്ട് ഒരു 4 years ആയിട്ടുള്ള ഒരു കമ്പൽസറി ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമും അതിനകത്ത് ഉണ്ടാവുന്നതായിരിക്കും. ഇനി ഇത്രയും മെറിറ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് ഡ്രോബാക്സുകളുണ്ട്. എന്റെ ഒരു പേഴ്സണൽ സജഷൻസ് ആണ്. ഇതിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്. ഈവൻ ദോ ഫോറിൻ ലാംഗ്വേജ് ഒക്കെ കൊണ്ടുവന്നെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഒരു ഓപ്ഷനിലായിട്ട് കീപ്പ് ചെയ്യുകയാണ്. സോ ദാറ്റ് മൈറ്റ് ബി കോസിംഗ് എ പ്രോബ്ലം ഇൻ നിയർ ഫ്യൂച്ചർ. ഇംഗ്ലീഷ് പക്ഷേ ഓപ്ഷനിലായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് ഇസ് നോട്ട് കമ്പൽസറി. നമ്മൾ പഠിച്ച സമയത്തൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്പൽസറി ആയിരുന്നു, പക്ഷേ ഇത് ഓപ്ഷനിലായിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ സിലബസ് ഒരു കൺട്രി അക്രോസ് ഫോളോ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഇപ്പം അതിനകത്ത് വരുന്ന സിലബസ്, ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് കേരള റിനസൻസും കേരള ഹിസ്റ്ററി ഒക്കെ പഠിക്കും. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് ഒന്നും ബാക്കി തമിഴ്നാട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോഴത്തെ നേരത്തെ കാലസ്ഥയിൽ. പക്ഷെ NEP വരികയാണെങ്കിൽ ഒരു സിലബസ് എന്ത് ചെയ്യും, കോമൺ ആയിരിക്കും. അപ്പൊ അതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ ചാൻസസ് പ്രെഡിക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പറയുന്ന സിസ്റ്റം ഞാൻ പഠിച്ചു, ഇപ്പൊ നമ്മൾ ബിടെക് എല്ലാം സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞു, എനിക്ക് ഇനി NEP എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാമോ, അതിനും ചാൻസ് ഉണ്ട്. ഇനി ഈ പറയുന്ന ഇപ്പൊ നമുക്ക് ഡിപ്ലോമ പഠിക്കുമ്പോൾ DVOC എന്നുള്ള പ്രോഗ്രാം, ഇപ്പൊ NEPയുടെ ഡോക്യുമെന്റ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഒരു 70 പേജിന്റെ ഒരു PDF കിട്ടും. ആ NEP ഡോക്യുമെന്റിനകത്ത് പറയുന്ന അതിനകത്തൊരു വാക്കാണ് ഡിപ്ലോമ ഇൻ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ത്രൂ കമ്മ്യൂണിറ്റി കോളേജ്. സോ ദാറ്റ് ഇസ് DVOC എന്നുള്ള പ്രോഗ്രാം എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന NEPയുടെ കുറച്ചെങ്കിലും ഒരു ബേസിക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. DVOC നേരത്തെ ഫ്രാൻസ് സാർ പറഞ്ഞ പോലെ നമുക്ക് ഡിപ്ലോമ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ അതിനകത്ത് എന്തുണ്ട്, വൊക്കേഷൻ എന്നുള്ള കോമ്പണന്റ് ഉണ്ട്. വൊക്കേഷൻ എന്നുള്ള എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് NEP തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. AICTEയുടെ പ്രകാരം നമ്മുടെ കേരളത്തിൽ 5 ഗവൺമെന്റ് പോളിടെക്നിക്സിൽ കമ്മ്യൂണിറ്റി കോളേജ് എന്നുള്ള ബാനറിൽ DVOC പ്രോഗ്രാംസ് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ കുസാറ്റിലും അതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓട്ടോണോമസ് കോളേജസിലും UGCയുടെ അണ്ടറിൽ DVOC പ്രോഗ്രാംസ് റണ്ണിംഗ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി DVOC, അതായത് വൊക്കേഷണൽ കോമ്പണന്റ്, ഏത് വൊക്കേഷനാണ് പഠിപ്പിക്കേണ്ടത്, അത് എത്രത്തോളം ദൂരം ഏതൊക്കെ കരിക്കുലം എങ്ങനെയായിരിക്കണം തീരുമാനിക്കുന്നത് NSQF ആണ്. ദാറ്റ് ഇസ് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ആണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് നാഷണൽ ആയിട്ടൊരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന സർട്ടിഫിക്കറ്റ് എന്തായിരിക്കും, അത് നാഷണൽ ലെവൽ ആയിരിക്കും.
സോ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ പേരാണ് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്, NCVT സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. അതിനെ ബേസ് ചെയ്ത് ഇപ്പൊ ജോലി തന്നെ ആൾക്കാർ നൽകി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ PSCയിലേക്ക് നിയമനം സംഭവിക്കുമ്പോൾ BTech അല്ലെങ്കിൽ MTech എന്ന് പറഞ്ഞതിന് പകരം NCVT ലെവൽ 5 അല്ലെങ്കിൽ NCVT ലെവൽ 6 എന്നുള്ള സർട്ടിഫിക്കേഷൻ ഇസ് ബിക്കമിംഗ് വാലിഡ് അക്രോസ് ദി സ്റ്റേറ്റ് ആസ് വെൽ as the country. ഇനി അത് നിയർ ഫ്യൂച്ചറിൽ തന്നെ സംഭവിക്കും. സോ യു ക്യാൻ ഓൾസോ ബിക്കമിംഗ് എ പാർട്ട് ഓഫ് NEP by doing a DWORK program if you choose to so. So just ഞാൻ സമ്മറൈസ് ചെയ്യാം, ഞാൻ അധികം ടൈം എടുക്കുന്നില്ല, ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം. സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോമിറ്റി, അതായത് യൂണിവേഴ്സൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം പ്രീ സ്കൂൾ ടു സെക്കൻഡറി വരെ ഒറ്റ ഒരു യൂണിവേഴ്സലൈസേഷൻ ആണ് നടക്കാൻ പോകുന്നത്. ഈ 10+2 ഇപ്പൊ ആരെങ്കിലും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു അനിയത്തി ചോദിക്കുകയാണ് എന്താണ് NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണ്, അപ്പൊ പറഞ്ഞു കൊടുക്കണം. നേരത്തെ പഠിച്ച പോലെ 10ാം ക്ലാസ് 12ാം ക്ലാസ് ഇനി ഇല്ല, ഈ പറയുന്ന 5, 3, 3, 4 അങ്ങനത്തെ സ്ട്രക്ചറിലേക്കാണ് വരുന്നത്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം അംഗൻവാടി ആൻഡ് പ്രീ സ്കൂളിംഗ് നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ മോഡിൽ തൊട്ടിട്ടായിരിക്കും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന ഇന്ത്യയിൽ തന്നെ അതിനെ ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് there is a committee, that is ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സോ അതിന്റെ മെയിൻ എയിം എന്താണ്? ടു ബ്രിങ് ഇൻ ദ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇൻ ദി ഫോമൽ സിസ്റ്റം. ഇനി ഇത് റിയലൈസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊരു ഇതൊന്ന് കാണിക്കാം. ഇപ്പൊ നമ്മുടെ ഇവിടെ ഐ ഹോപ്പ് ദി സ്ക്രീൻ ഇസ് വിസിബിൾ, സ്ക്രീൻ കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ NEP-നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അത് നേരത്തെ പോലെ ഡിഫറൻഷിയേഷൻ ഒന്നുമില്ല. ഈ കേരള സ്റ്റേറ്റ്, ഇപ്പം തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ടാവും, അവരുടെ എയിമാണ് ഈ പറയുന്ന പോലെ NEP ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ I'm just winding up my presentation. So yeah, thank you. Thank you, sir, for giving a knowledge on national education policy. Participants, now you can ask questions. ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ ഓക്കെ സാർ, എൻ്റെ പേര് മണികുമാർ, ഞാൻ പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് IIDC നോഡൽ ഓഫീസറാണ്. ഒരു സാറ് ഈ NEP-യെ കുറിച്ച് പറഞ്ഞ ശേഷം നമുക്കൊരു ഡൗട്ട്. കാരണം ഈ ഇടയ്ക്ക് നമ്മളൊരു സമരത്തിനൊക്കെ നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു NEP വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്കിപ്പോ പറഞ്ഞത് കേൾക്കുമ്പോൾ തോന്നുന്നു നമ്മൾ കൂടുതൽ അതിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണോ എന്നൊരു ഡൗട്ട്. സാറ് പറഞ്ഞ ഈ പ്രസന്റേഷൻ കാണുമ്പോൾ നമുക്കിതൊരു ഡിസഡ്വാൻറ്റേജിനേക്കാളും കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ടോ? കാരണം നോർമൽ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ സാറ് പറഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി NEP-യെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ നേരത്തെ ഇതിനകത്തും പ്രസന്റേഷനിൽ പറഞ്ഞിരുന്നു, ഇതൊന്നും രാഷ്ട്രീയപരമായി തിങ്ക് ചെയ്യരുത്. നമ്മുടെ നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് എന്റെ ഓൺ ആയിട്ട് ഞാൻ ചെയ്തതല്ല. NEP-യുടെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാം. 70 പേജിന്റെ PDF-നെ ഒരു പ്രസന്റേഷൻ ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡയഗ്രാംസ് ഒക്കെ വരച്ച് കാണിച്ചതേ ഉള്ളൂ. ആശിഷ് സാർ, വിനോദ് തൃക്കരിപ്പൂർ, വളരെ നന്നായിരുന്നു കേട്ടോ. കാരണം ഞാൻ NEP-നെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരിക്കലും വായിച്ചിട്ടില്ല. അപ്പോൾ അത് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്ത് ആശിഷ് വളരെ ഭംഗിയായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. വലിയ ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, ഒരുപാട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയൊരു പ്രശ്നമുണ്ട്. അതിനൊരു ചേഞ്ച് ആവശ്യമാണ്. ആക്ച്വലി പലപ്പോഴും നമ്മൾ കപ്പലിൽ പോയ പോലെ നമുക്കിത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റ് കൺട്രികളെ കമ്പയർ ചെയ്യുമ്പോഴും മാത്രമേ മനസ്സിലാവുള്ളൂ. അതുപോലെ സാറ് പറഞ്ഞ സ്റ്റേറ്റ് ലെവലിലുള്ള നോളജ് സിലബസിനകത്ത് വേണോ വെച്ചാൽ നമ്മളിപ്പോ സെൻട്രൽ സ്കൂൾ കുട്ടികൾ പഠിക്കുന്നില്ലേ, CBSE കുട്ടികൾ പഠിക്കുന്നത് അവർ സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുന്നില്ലല്ലോ. നമ്മൾ സ്റ്റേറ്റ് ലെവൽ പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ പഠിക്കുന്നില്ലല്ലോ, നമ്മൾ പഞ്ചായത്ത് ലെവൽ പഠിക്കുന്നില്ലല്ലോ. നമുക്ക് അത് ആഗ്രഹം തോന്നിയോ എൻ്റെ ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് എനിക്ക് പഠിച്ചിട്ടില്ല, അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടില്ലല്ലോ. അത് ഓട്ടോമാറ്റിക്കായി ആ നോളജ് ഒക്കെ വന്നു ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റേറ്റ് ലെവലിൽ നിന്നുള്ളത് ഓട്ടോമാറ്റിക്കായി വന്നു ചേരും നോളജൊക്കെ. കാരണം നമ്മളെപ്പോഴും TV-യും പാത്രമൊക്കെ വായിക്കുന്നല്ലേ കുട്ടികൾ ആ രീതിയിലൊക്കെ. അതെ സർ, ഞാൻ കേന്ദ്ര വിദ്യാലയമായിരുന്നു പഠിച്ചത്. അപ്പം CBSE സ്കൂളിലാണ് ഞാനും പഠിച്ചത്. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര വിദ്യാലയത്തിൽ ബേസിക്കലി മലയാളം കമ്പൽസറി അല്ല. സോ
അതിന്റെ ഒരുപാട് ഇപ്പം സെൽഫായിട്ട് നമ്മൾ മലയാളം പഠിക്കേണ്ട ആവശ്യമാണ് വന്നിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ ആയത് നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി ഭയങ്കര ഡിഫറെന്റ് ആണ് സാർ. അപ്പൊ നമ്മുടെ ക്ലാസ്മേറ്റ്സ് കേരള സ്റ്റേറ്റ് സ്കൂളിൽ നിന്നാകുമ്പോൾ അവർക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അവർക്കുള്ള അഡ്വാൻറ്റേജ് വേറെയാണ്. സോ അതൊന്ന് യൂണിഫോം ആക്കുകയാണെങ്കിൽ എല്ലാവർക്കും ടാലന്റ് ഉള്ളവൻ ഫ്രണ്ടിലേക്ക് വരും. പക്ഷെ ഇവിടെ ടാലന്റ് തന്നെ ബയാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട്. സോ അത് യൂണിഫോമിറ്റി വരുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വരും. സാറിന് ബുദ്ധിമുട്ട് തോന്നിയെന്ന് പറയുന്നത് മറ്റേ കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ. ഇത് എല്ലാവർക്കും ഒരേപോലെയാണ്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അതായത് NIP കുറിച്ചുള്ള നോളജ് തന്നതിന് ഒരുപാട് നന്ദി. കാരണം IDC പ്രോഗ്രാമിനകത്ത് അതിന്റെ റെലവൻസ് എന്താണെന്നൊക്കെ എനിക്കറിയില്ല, പക്ഷേ ഇറ്റ് ഇസ് വെരി ഗുഡ്. ഏതായാലും ആസ് എ എഡ്യൂക്കേഷണർ നമുക്ക് IEDC ത്രൂ നമുക്ക് നോഡൽ ഓഫീസേഴ്സ് ത്രൂ നമുക്ക് ബേസിക്കലി ഈ പറയുന്ന NEP ഓൾറെഡി ഈ വർഷം അക്കാഡമിക് ഇയർ തൊട്ടിട്ട് മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഞാൻ കീഴിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അവരെന്തൊക്കെ റിഫോംസ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. സോ ആ 2 സ്റ്റേറ്റിൽ ബേസിക്കലി ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടുത്തെ DGT ഡയറക്ടറേറ്റ് ഓഫ് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ വൊക്കേഷണൽ ITIs ഒക്കെ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്കിൽ ലാബ്സ് അവർ കൊണ്ടുവന്നു, അവർ ഒരുപാട് ഡോക്യുമെന്റ് അതിനകത്ത് വേണ്ടിയിട്ട് സ്കിൽ ലാബ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് IEDCക്ക് ഒരുപാട് പിച്ചും ചെയ്യാൻ പറ്റും. സോ മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും ചെയ്യുന്ന സ്കിൽ ലാബ്സിന്റെ റെപ്ലിക്കേഷൻ സ്കൂൾ ലെവലിലേക്ക് IEDCയിലേക്ക് ഒന്ന് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ബ്രിഡ്ജിങ് കുറച്ചും കൂടെ സ്മൂത്തർ ആയിരിക്കും. കാരണം സ്കൂളിലുള്ള സ്കിൽ ലാബിൽ പഠിക്കുന്നതിന്റെ ഒരു അഡ്വാൻസ് സെന്റർ ആയിട്ട് IITs നിൽക്കുകയാണെങ്കിൽ ട്രാൻസിഷൻ ഷുഡ് ബി സ്മൂത്ത്, ഐ ഗസ്. ഓക്കേ, ഇതിന് ഇംപ്ലിമെന്റേഷൻ എപ്പോഴാണെന്നുള്ള ഇതുണ്ടോ? ഇംപ്ലിമെന്റഡ് ആണ് സാർ. നമ്മുടെ മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും ഈ വർഷം തൊട്ട് ന്യൂ അക്കാഡമിക് ഇയർ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് NEP വെച്ചിട്ടാണ്. മഹാരാഷ്ട്രയും ഛത്തീസ്ഗഡിലും. ഇനി കേരളത്തില് സ്റ്റേറ്റ് ആണ് തീരുമാനിക്കുന്നത് എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത്? അതെ, സ്റ്റേറ്റ് ആണ്. അതാണ് സാർ, കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ആണ് തീരുമാനിക്കുന്നത്. അപ്പം VC-മാരുടെ ഒരു കമ്മിറ്റി അതിനകത്തുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സാറിന് ഷെയർ ചെയ്ത് കാണിച്ചു തന്നു. നമ്മുടെ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ സാറിന് കാണാം, അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം അവരാണ് ഇതിനെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ഓതറൈസ്ഡ് റെഗുലേറ്ററി ബോഡി ഇൻ കേരള. സ്ലൈഡ് അവസാനം സ്റ്റക്കായി പോയോ? എനിക്ക് കുറെ സ്ലൈഡ്സ് ഒക്കെ എനിക്ക് മാത്രമാണെന്ന് അറിയില്ല. കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിരുന്നു, അവസാനം ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ കാണിച്ചിരുന്നോ? ഇല്ല സാർ, ഇത് തന്നെ. വേണ്ട, ഞാൻ ചോദിച്ചു എന്താ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തോന്നി എനിക്ക്. ഓക്കെ, താങ്ക് യു സാർ. സാറേ, ഇതിനകത്ത് ഇതിപ്പോ നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതായത് ഇപ്പം നമ്മുടെ മലയാളം അല്ലെങ്കിൽ ഇതാക്കുമ്പോൾ ഇതിൻ്റെ കൂടുതലും സംസ്കൃത പദങ്ങളും മലയാളം പദങ്ങളും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കും. അന്നേരം ഇത് മലയാളത്തിൽ നമ്മൾ ടെക്സ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, പക്ഷെ ഇത് എങ്ങനെ വിവർത്തനം എങ്ങനെ ചെയ്യും എന്നുള്ളത് ഇപ്പോഴും ഒരു പ്രശ്നമല്ലേ സാറേ? പ്രശ്നം, അതെ, തീർച്ചയായിട്ടും സാർ. അതായത് നമ്മളിപ്പം ഈ പറഞ്ഞ SCERT ആണെങ്കിലും NCERT ആണെങ്കിലും ജോയിന്റ്ലി ആണ് അവർ ടെക്സ്റ്റ് ബുക്കും ഈ സാറ് പറഞ്ഞ പോലെ റെഫറൻസ് മെറ്റീരിയലും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. സോ അതൊരു വലിയ ചാലഞ്ചാണ്. അപ്പം എങ്ങനെയാണ് മഹാരാഷ്ട്രയും ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ, എങ്ങനെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കാരണം അവരിപ്പം ഫുൾ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ പ്ലാൻ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫൗണ്ടേഷൻ ലെവൽ മാത്രമേ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് അംഗൻവാടീസും പ്രീ സ്കൂളിംഗ് അവരൊന്ന് ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ മോഡിൽ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ആ കുട്ടികളെ ആയിരിക്കും 5 വർഷത്തിനുള്ളിൽ ബാക്കി ഹയർ ലെവൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഇൻഎഫക്റ്റീവ്ലി സാർ അവർ NEP ഇംപ്ലിമെന്റ് എന്ന് പറയാൻ കാരണം ഈ 5 വർഷത്തെ കുട്ടികളിൽ എന്ത് പഠിക്കണം, ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എൻവയോൺമെന്റ് ECC എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം അവർ ചെയ്യുന്നുള്ളത് നോക്കി കാണേണ്ട കാര്യം തന്നെയാണ് സാർ. ഹയർ എഡ്യൂക്കേഷനിലേക്ക് അവർ വന്നിട്ടില്ല. അല്ല, അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദേ ആർ മോർ അറ്റാച്ച്ഡ് ടു ദി ഹിന്ദി ലാംഗ്വേജ്. എസ്പെഷ്യലി മഹാരാഷ്ട്രിയൻസ് ഓൾസോ ദേ ഹാവ് സം സ്പിരിറ്റ് ടു ദെയർ ലാംഗ്വേജ്. നമ്മുടെ മലയാളികൾക്ക് അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു ബോംബെയിലും ഒക്കെ പോയ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് പറയുകയാണ്, അവർക്ക് പണ്ടത്തെക്കാട്ടിലും അധികം മഹാരാഷ്ട്രിയൻസിനൊക്കെ മറാത്തിയോടുള്ള ഒരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് കൂടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ സാർ, അപ്പം വളരെ കൃത്യമാണ് ഇത് ഇംപ്ലിമെന്റ് ആയപ്പെടുന്ന രീതികൾ എങ്ങനെയാണ്. ഇപ്പം റീജിയണൽ ലാംഗ്വേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർ പറയുന്നുണ്ട്. റീജിയണൽ ലാംഗ്വേജ് എന്നുള്ള കോൺസെപ്റ്റ് വരും നോക്കാം.
എന്തായാലും സാർ ഇങ്ങനത്തെ ഒരുപാട് ബ്രെയിൻ സ്റ്റോമിംഗ് നടക്കണം. NEP-നെ കുറിച്ച് ഡെപ്തിൽ പഠിച്ച് അതിന്റെ ഇംപ്ലിമെന്റേഷനും കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ടായിരിക്കാം കേരളം ഒരു പക്ഷേ ഹയർ ലിറ്ററസി റേറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് അവിടെ നമ്മൾ മനഃപൂർവ്വമായിരിക്കും ബാക്കിലേക്ക് നിൽക്കുന്നത്. പക്ഷെ എന്തായാലും അത് ഉടനെ തന്നെ വിത്തിൻ 2 years അത് ഫോർമലൈസ് ചെയ്ത് വരും NEP. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഞാൻ മലയാളം മീഡിയം ആയിരുന്നു. ഞാൻ മലയാളം മീഡിയം ഇപ്പം പഠിച്ചപ്പോൾ ഞങ്ങളൊക്കെ വിസ്തീർണം എന്ന് പറഞ്ഞ ഒരു ഏരിയയുടെ തത്തുല്യമായ പദം വിസ്തീർണം എന്നാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അത് ഇപ്പോഴത്തെ മലയാളം മീഡിയം പുസ്തകങ്ങളിലൊക്കെ വേറെ ഒരു ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അത്ര സുഖകരമായ ഭാഷയാണോ എന്ന് എനിക്കറിയില്ല. ഹലോ, കേട്ടോ സാറേ? അപ്പൊ ഏരിയ എന്നുള്ളത് ഞാനൊക്കെ മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചപ്പം ഏരിയക്ക് വിവർത്തനമായിട്ട് പറഞ്ഞിരുന്നത് വിസ്തീർണം എന്നാ. അതുപോലെ സർക്കംഫറൻസിന് ചുറ്റളവ്. പക്ഷെ ഇപ്പം വേറെന്തോ ഭാഷകളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. എത്രമാത്രം അതിന്റെ ഒരു ഇത് വരുമെന്ന് എനിക്കറിയില്ല. അതാണ് ഒരു വിഷയം. ഇപ്പം നമ്മളെങ്ങനെ പിള്ളേരെ ഗൈഡ് ചെയ്യും? നമ്മുടെ കൊച്ചുമക്കളെയോ അല്ലെങ്കിൽ അടുത്തുള്ളവരെ ഗൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ട്രാൻസിഷൻ സ്റ്റേജ് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അതെ. ഇപ്പൊ നമുക്ക് ഒറ്റയടിക്ക് പോയി ചോദിക്കാൻ പറ്റത്തില്ല മോൻ സയൻസിലാണോ കൊമേഴ്സിലാണോ എന്ന് കുറച്ച് കഴിയുമ്പോൾ ചോദിക്കാൻ പറ്റില്ല സാർ. അതെ. Okay, sir, one more question in the chat box from Pencil NS. What is the value of DVOC certificate? Is it higher than diploma certificate? It is actually equivalent to diploma certificate തന്നെയാണ്. ഡിപ്ലോമ വിത്ത് വൊക്കേഷൻ ആണ്. ഡിപ്ലോമ കുട്ടികൾക്ക് എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടോ? അപ്പൊ ഡിപ്ലോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയിലേക്ക് പോവാം, അല്ലെങ്കിൽ ലാറ്ററൻലി ഫോർ ബിടെക് ഉണ്ട്. ഇത് തന്നെ സെയിം തന്നെയാണ് ഡിവോക്കിനുള്ളത്. ബട്ട് യു വിൽ ബി ലേണിംഗ് മോർ ഓഫ് എ വൊക്കേഷണൽ കണ്ടന്റ്. അതായത് വൊക്കേഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ബട്ട് ഈ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നതിന് പകരം ഡിവോക്ക് ഇൻ ഇലക്ട്രോണിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും വരുന്നത്. അപ്പം ഈ പറയുന്ന വൊക്കേഷൻ എന്താണ് നിങ്ങൾ പഠിച്ചെന്നുള്ളത് കൂടെ പറയും. അതായത് വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോബ് റോളും കൂടെ ടൈപ്പ് ചെയ്യും. സോ ഒരു ഡിപ്ലോമക്കാരനും ഈ പറഞ്ഞ ഡിവോക്കാരനും ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനി പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ചൂസിങ് ഡിവോക്ക് വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ എന്നും പറഞ്ഞ് നമുക്ക് ഇനിയിപ്പം ഡിവോക്കും ഡിപ്ലോമ കഴിഞ്ഞൊരു കുട്ടിക്ക് ബിടെക്കിലേക്ക് പോകാനും പറ്റും. ഇപ്പൊ ഡിവോക്ക് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ കുട്ടി, ഡിപ്ലോമ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ കുട്ടി, ഡിവോക്ക് ഇലക്ട്രോണിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് പഠിച്ചൊരു കുട്ടിയാണ്. 2 പേർക്കും ബിടെക്കിൽ ഇലക്ട്രോണിക്സിലേക്ക് പോകാൻ പറ്റും as per AICTE. Sir, one more question from Praveen S. How NEP will affect polytechnics? Will it become 2-year diploma? NEP വരുമ്പോൾ നമുക്ക് പോളിടെക്നിക് ഡിപ്ലോമ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മുടെ ലാസ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ച പോലെ 2 ബൈഫോക്കേഷൻ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ നമ്മുടെ ഗ്രാജുവേഷനും ഹയർ എഡ്യൂക്കേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇയർ കഴിയുന്ന കുട്ടിക്ക് യു വിൽ ബി ഗെറ്റിംഗ് എ ലെവൽ സർട്ടിഫിക്കറ്റ് ലെവൽ. സെക്കൻഡ് ഇയർ ആകുമ്പോഴാണ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പം പോളിടെക്നിക്സ് ആണെങ്കിൽ ദേ വിൽ ബി ഓഫറിംഗ് ഈ പറഞ്ഞ പ്രോഗ്രാം NEP ഓഫർ ചെയ്യുമ്പോൾ ആ 2-year പ്രോഗ്രാം ആയിട്ട് അലൈൻ ചെയ്യാം. അല്ലെങ്കിൽ 3-year പ്രോഗ്രാം ആണെങ്കിൽ ഈ പറഞ്ഞ അഡ്വാൻസ് ഡിപ്ലോമ ത്രൂ ഓഫർ ചെയ്യാൻ പറ്റും. പോളിടെക്നിക്സിന് ഓഫർ ചെയ്യുന്നത് ഡിപ്ലോമ ആയിരിക്കില്ല, ഒരു പക്ഷേ ദേ വിൽ ബി ഓഫറിംഗ് അഡ്വാൻസ് ഡിപ്ലോമ. സോ 2-year പ്രോഗ്രാമോ ഈ ഒരു സിസ്റ്റമോ നമ്മൾ പൊളിച്ചു മാറ്റുന്നില്ല. അവരെ പഠിപ്പിക്കുന്ന സിലബസും അവരുടെ രീതിയുമാണ് മാറാൻ പോകുന്നത്. നാളെ മുതൽ പോളിടെക്നിക്ക് നമ്മൾ മാറ്റുകയോ സ്കൂളുകൾ മാറ്റുക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കോൺസെപ്റ്റ് മാറ്റാൻ പോവാണ്. ഇപ്പൊ നമ്മള് കോവിഡ് വന്നപ്പോൾ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം മാറി ന്യൂ നോർമൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിപ്പോ കൺവെൻഷനലി ഇപ്പൊ ഈ മീറ്റിംഗ് നമ്മൾ ബിക്കോസ് ഓഫ് വെബെക്സ് ടെക്നോളജി കാരണമാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റ് കൂടെ NEP വരുമ്പോൾ there will be something known as new normal. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിവേ സിസ്റ്റംസ് ഉണ്ടാവും, ഫാക്കൽറ്റീസ് ഉണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും. അവർ ട്രാൻസാക്ട് ചെയ്യുന്ന സബ്ജക്റ്റും അവരുടെ കണ്ടന്റ് മെത്തഡോളജിയും ഡിഫറെന്റ് ആയിരിക്കും. പ്രോഗ്രാമിന്റെ ഡ്യൂറേഷനും മാറിക്കൊണ്ടിരിക്കും. പ്രോഗ്രാമിന്റെ പേര് മാറും. അതായിരിക്കും അതിന്റെ വ്യത്യാസം വരാൻ പോകുന്നത്. ബട്ട് ഇൻ ഷോർട്ട് ഈ പറയുന്ന ഒരു ക്ലാസ് സിസ്റ്റം, അതായത് എല്ലാവരും ഇലക്ട്രോണിക്സിന് വേണ്ടി ഇരിക്കുന്ന പോലെയല്ല. ചിലപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് കുട്ടിയായിരിക്കാം ഒരു അവറിന്. നമ്മൾ എലക്റ്റീവിന് മാറുന്ന പോലെ, ഇപ്പൊ എലക്റ്റീവ് വരുമ്പോൾ നമ്മൾ 30 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെ നമ്മൾ ആക്ച്വലി നമുക്കൊരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ അല്ല. ഓരോ സബ്ജക്റ്റിന് വേണ്ടി ഞാൻ ഓരോ ക്ലാസ്സിൽ പോയി പഠിക്കാം. ചിലപ്പോൾ മെക്കാനിക്കൽ പഠിക്കാം, സിവിൽ പഠിക്കാം. അങ്ങനെ സ്വിച്ച് ചെയ്ത് നമുക്കൊരു നോളജ് കിട്ടും ബേസിക്കലി. സാറേ, ഈ ഹയർ സ്റ്റഡീസിന് ഫോറിൻ യൂണിവേഴ്സിറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഒരു പ്രൊവിഷൻ ഇതിലുണ്ടോ? നിലവിൽ NEP-യിൽ ഹയർ സ്റ്റഡീസ് ഫോറിൻ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു റീസെന്റ് ആയിട്ട് ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ ഇന്ത്യയിൽ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരുന്നു. NEP-യുടെ പാനലാണ് കൊടുത്തിരിക്കുന്നത്. സോ NEP-യിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് നമുക്ക് ഇന്ത്യയുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ ഹയർ എഡ്യൂക്കേഷനും
റിസർച്ചിലേക്കും പോകാൻ പറ്റുന്നതായിരിക്കും. സോ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എല്ലാവരും പറയുന്നതാണ് റിവേഴ്സ് ട്രെയിൻ. നമ്മുടെ ഇവിടുത്തെ ഇത്രയും കഷ്ടപ്പെട്ട IIT-യിലും IIS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പുറത്ത് പോയി വർക്ക് ചെയ്യുകയാണ്. സോ അവരുടെ GDP ആണ് ഇമ്പ്രൂവ് ആവുന്നത്. സോ അതെങ്ങനെ മാറ്റാം? ഈ ഹയർ എഡ്യൂക്കേഷൻ IIT പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും US-ലും കാനഡയിലും അല്ലെങ്കിൽ UK-ലും പോലെയാണ് പഠിക്കുന്നത്. സോ അവിടെ എങ്ങനെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസസ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കുകയും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. സോ യെസ്, ഇറ്റ് ഇസ് പോസിബിൾ. ഈ പറഞ്ഞ പുതിയ യൂണിവേഴ്സിറ്റീസ് ആർ അപ്കമിങ് ഇൻ കേരള, ഇൻ ഇന്ത്യ. സോ അതിനെയാണ് അസസ്മെന്റ് അവരെ ഗ്രേഡ് ചെയ്യുന്നത്. അസസ്മെന്റിന്റെ ഗ്രേഡിംഗ് സാർ കേൾക്കാം. അസസ്മെന്റ് നടത്തിയപ്പോ സെൽഫ് അസസ്മെന്റ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഗ്രേഡിംഗ് എങ്ങനെയായിരിക്കും? ഉദാഹരണം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇപ്പൊ മുഴുവൻ A+ എന്നൊക്കെ പറഞ്ഞ പോലത്തെ രൂപത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെങ്ങനെ നമ്മൾ ഗ്രേഡിംഗ് വരിക? ഒരിക്കലും ഇപ്പൊ നമ്മള് ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനകത്ത് ഇപ്പൊ 2 ഇതേ ഉള്ളൂ, തിയറി പ്രാക്ടിക്കൽ സബ്ജക്റ്റും, അല്ലെങ്കിൽ ഫൈനൽ ഇയർ ആണ് പ്രൊജക്ട് അല്ലെങ്കിൽ കോഴ്സ് വൈവ എന്നൊക്കെ പറഞ്ഞ 1-4 ഡിസ്ക്രിമിനേഷൻസേ ഉള്ളൂ, വേരിയേഷൻസേ ഉള്ളൂ. ഇതിനകത്ത് അങ്ങനെയല്ല. സെൽഫ് ഇവാലുവേഷന് ഒരു വെയിറ്റേജ് ഉണ്ടാവും, പിയർ ഇവാലുവേഷന് വെയിറ്റേജ് ഉണ്ടാവും, ഈ പറഞ്ഞ ടീച്ചർ ഇവാലുവേഷന് വെയിറ്റേജ് ഉണ്ടാവും, അതേപോലെ ഡിഫറെന്റ് വെയിറ്റേജ് വൊക്കേഷണൽ കോമ്പണന്റ് വെയിറ്റേജ് ഉണ്ട്. അപ്പൊ 4-5 കോമ്പണന്റ് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു വെയിറ്റേജ് തരുന്നത്. അപ്പൊ ഒരു കമ്പനിയുടെ ഒരാൾക്ക് ഇപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു നല്ലൊരു സോഷ്യലി ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഒരാളെയാണ് ഞാനിപ്പോ ഒരു എംപ്ലോയർ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ, എന്റെ സർട്ടിഫിക്കറ്റ് ഒരാളുടെ കയ്യിലുണ്ട്, വേറെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഐ വിൽ ബി ലുക്കിംഗ് ഇൻ ടു ദ പിയർ ഇവാലുവേഷനിൽ ഇയാൾക്ക് ഫുൾ മാർക്ക് ഉണ്ട്, മറ്റേ ആൾക്ക് 7 മാർക്കുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലാക്കാം ഹീസ് ഹാവിംഗ് സം ഇഷ്യൂസ് വിത്ത് ദി സോഷ്യൽ ആയിട്ട് ടീം പ്ലെയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നമ്മുടെ റെസ്യൂം എഴുതി വെക്കും ആക്റ്റീവ് ലിസണർ, ഗുഡ് ടീം പ്ലെയർ. പക്ഷെ അത് ജസ്റ്റിഫയബിൾ ആണോ? അല്ല. അതിനെ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് ആക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. സോ ആക്ച്വലി നമ്മുടെ ഒരു റെസ്യൂമെ പോലെ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ പോലത്തെ ഒരു സംഭവമാണ് ഈ ഇവാലുവേഷൻ എന്നുള്ള രീതിയിൽ മാർക്ക് ഷീറ്റ് ഇത് വരാൻ പോകുന്നത്. മാർക്സ് ആയിരിക്കില്ല, ഗ്രേഡിംഗ് ആയിരിക്കും സംസാരിക്കുന്നത്. സാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ? ഞാൻ കണ്ണൂർ IIDC നോഡൽ ഓഫീസറാണ്, കണ്ണൂർ പോളിടെക്നിക് കോളേജിലെ. സാർ ഇതില് ഈ പൊതുവെ നമ്മള് പിന്നെ അതായത് പഠനങ്ങളൊക്കെ തെളിയിക്കുന്ന ഈ മദർ ടങ്ങിൽ നമ്മള് വിഷയങ്ങൾ പഠിക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. മദർ ടങ്ങില് നമ്മൾ ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതായത് നമ്മളെ പിന്നെ അണ്ടർസ്റ്റാൻഡിങ്ങിനും അതേപോലെ തന്നെ കാര്യങ്ങള് പിന്നെ റീസൺ ചെയ്ത് പഠിക്കാനും ഒക്കെ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളൊരു പഠനം പൊതുവെ ഉണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും രീതിയിൽ ഈ NEP-യിൽ അവർ പരിഗണിച്ചിട്ടുണ്ടോ ഈ വിഷയം? തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പൊ 5+3+3+4 ഫസ്റ്റ് 5-ല് ഫൗണ്ടേഷനിൽ നമ്മൾ ഈ പറഞ്ഞ ആ 5-നെ തന്നെ 3+2 ആണ്. ആ സെക്കൻഡ് 2-ല് അതായത് 3+2 കഴിഞ്ഞ ക്ലാസ് 1-2-ലും നമ്മൾ റീജിയണൽ ലാംഗ്വേജിന് എംഫസിസ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അല്ല, റീജിയണൽ ലാംഗ്വേജ് പഠിക്കുന്നതല്ല, അതായത് നമ്മുടെ വിഷയങ്ങൾ റീജിയണൽ ലാംഗ്വേജിൽ പഠിക്കുന്നത്. അങ്ങനത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പം ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളും SCERT NCERT ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ തന്നെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് മലയാളം, നമ്മൾ എന്തുകൊണ്ടാണ് മലയാളത്തിൽ കംഫർട്ട് ആവാൻ കാരണം, ബേസിക്കലി നമുക്ക് മലയാളം എന്നുള്ള ലാംഗ്വേജ് ബേസിക്സ് നമ്മൾ കേട്ട് പഠിച്ചതും നമ്മൾ എഴുതി പഠിച്ചതും അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു സിസ്റ്റം മാറുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിൽ നിന്നോ എല്ലാ കാര്യവും നമുക്ക് കോൺവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, ഞാൻ ആക്ച്വലി ഒരു മീറ്റിംഗിലേക്ക് അടുത്തത് പോകേണ്ടതായിട്ടുണ്ട്. ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ. Yes, thank you, sir. Sir? Yeah, thank you. So today afternoon, the first session by Francis sir about additional skills through ASAP. It was really informative to us. So on behalf of GPTC Perindalmanna, I would like to express our hearty thanks to you, sir. And the second session about National Education Policy by Ashish Francis sir. It was really a wonderful section and gave a detailed information regarding the new educational policy in an effective manner. So thank you, sir. Once again, thank you, sir. Thank you, sir. Thank you. And thank you to all the participants. And today's session, we can wind up today's session, and tomorrow the login time at 9:30. Thank you all. Feedback.
link is provided in the chat box.